അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഫിഖ്ഹ് പഠനം. നമുക്കറിയാം, ദീനുൽ ഇസ്ലാമിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് അറിവുകളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അറിവുകളാണ് വിശ്വാസകാര്യങ്ങളും കർമ്മശാസ്ത്രവുമെല്ലാം. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഈ ഫിഖ്ഹുമായി കടന്നു വരുന്ന, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏതുപോലെ നമ്മുടെ നിസ്കാരമാണെങ്കിലും സകാത്താണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം വിഷയങ്ങൾ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുമാത്രവുമല്ല, കച്ചവടം, അതുപോലെ തന്നെ നിക്കാഹ്, അതുപോലെ ത്വലാഖ്, അങ്ങനെ നമ്മുടെ ഇബാദത്തുകളും മുആമലത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫിഖ്ഹിൽ ധാരാളം വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പഠനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മനാറുസ് സബീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെയധികം പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത് ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ഇബ്നു സാലിം ഇബ്നു ലുവയ്യാൻ എന്ന് പേരുള്ളൊരു പണ്ഡിതനാണ് റഹിമഹുല്ലാ. അദ്ദേഹം ഹിജറ വർഷം 1353 മരണപ്പെട്ടുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമുക്ക് പലർക്കും പരിചയമുണ്ടാവുക തഫ്സീർ സഅദി എന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ അധ്യാപകനായിട്ടാണ്. എന്നുവെച്ചാൽ ആ ഇബ്നു സൈമി റഹിമഹുല്ലയുടെ അധ്യാപകനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായിരുന്നു ആര്? ഈ ഇബ്രാഹിം അദ്ദുവയ്യാൻ എന്ന പേരുള്ള ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരൻ. തഫ്സീർ സഅദി എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരൻ്റെ അധ്യാപകനാണ് ഷെയ്ഖാൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് മുമ്പ്, ഒരു 2-3 നൂറ്റാണ്ടുകൾ മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അദ്ദേഹം റഹിമഹുല്ലാ. അപ്പോൾ ഈ ഗ്രന്ഥം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഗ്രന്ഥം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്നുള്ളത് എല്ലാ തുടക്കക്കാരനും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തുടക്കക്കാർക്ക്, നമ്മളൊക്കെ തുടക്കക്കാരാണ്, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മസലകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രൂപത്തിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ക്രമീകരണം. രണ്ടാമത്തെ കാരണം എന്നുള്ളത്, ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഗ്രന്ഥത്തിൽ എല്ലാ മസലകളുടെ കൂടെയും തെളിവുകൾ എടുത്തു കൊടുക്കുന്നതായി കാണാം, ദലീലുകൾ എടുത്തു കൊടുക്കുന്നതായി കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ പറയുക പോലും ചെയ്തിട്ടുണ്ട്, ഇത്രയും ചെറിയൊരു കിതാബിൽ ഇത്രയധികം ഹദീസുകൾ കടന്നു വരിക എന്നുള്ളത് അത് വളരെ അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്യാറുണ്ട്, അവർ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മുൻകാല പണ്ഡിതന്മാരെ, അവരുടെ ജീവിതമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരേറ്റവും അധികം പരിഗണിച്ചിരുന്ന, പ്രാധാന്യം കൊടുത്തിരുന്ന കിതാബുകളിലൊന്നായി ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ബാസ് റഹിമഹുല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് അദ്ദേഹത്തിനോട് ഈ ഗ്രന്ഥം ആവർത്തിച്ച് വായിപ്പിക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോ തവണ തീരുമ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ഗ്രന്ഥം വായിപ്പിക്കാറുണ്ട് എന്ന് പറയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇബ്നു ബാസ് റഹിമഹുല്ലയാണ് എന്ത് ചെയ്തത്, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയോട് ഈ ഒരു ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ഹദീസുകൾ നേരത്തെ പറഞ്ഞു, ധാരാളം തെളിവുകൾ 3000-ഓളം
ഹദീസുകളും അസറുകളും ഈ ചെറിയ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഗ്രന്ഥമായിരുന്നിട്ട് കൂടെ 3000-ഓളം ദലീലുകൾ ഈ ഒരു ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ദലീലുകളെ തഖ്രീജ് ചെയ്യുക എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഉറവിടം പരിശോധിച്ച് അതിൻ്റെ സനദുകൾ മൊത്തം പഠിച്ച് അതിൽ ഓരോന്നിലും സ്വഹീഹ് ഏതാണ് ദഈഫ് ഏതാണ് എന്ന് വേർതിരിക്കാനുള്ള ആ പ്രവർത്തനത്തിന്, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് തഖ്രീജ്. അപ്പം ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിലെ ഹദീസുകൾ മുഴുവൻ തഖ്രീജ് ചെയ്യാൻ ഇബ്നു ബാസ് റഹിമഹുല്ല അൽബാനി റഹിമഹുല്ലയോട് ആവശ്യപ്പെടുകയും അങ്ങനെ അൽബാനി റഹിമഹുല്ല ആ ആവശ്യം അതിനുത്തരം നൽകുകയും അങ്ങനെ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിലെ ഹദീസുകൾ മുഴുവൻ തഖ്രീജ് ചെയ്യുകയും അങ്ങനെയാണ് ഇർവാഉൽ ഖലീൽ ഫി തഖ്രീജി അഹാദീഹി മനാരിസ് സബീൽ എന്ന ഗ്രന്ഥം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല രചിക്കുന്നത്. 8ഓളം വോള്യങ്ങളുള്ള ആ ഗ്രന്ഥം അത് ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിലെ ഹദീസുകളുടെ പഠനമാണ്. അപ്പോൾ ഈ ഒരു ഇർവാഉൽ ഖലീൽ എന്ന ഗ്രന്ഥം കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, അതുകൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഖീമത്ത്, അതിൻ്റെ വാല്യൂ പിന്നെയും കൂടുകയാണ്. കാരണം അതിലെന്തെല്ലാം തെളിവുകളുണ്ടോ അതിൻ്റെ വിശദമായ പഠനം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്നത്തെ കാലത്ത് ലഭ്യമാകുന്നതിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനായ അൽബാനി റഹിമഹുല്ല തന്നെ അതിനെപ്പറ്റി വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് മസ്അലകളും അതിൻ്റെ ദലീലുകളും ഉള്ളതിൽ ഏറ്റവും നല്ല രൂപത്തിൽ, തുടക്കക്കാർക്ക് ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ, കഴിയുന്നതിൻ്റെ പരമാവധി മികച്ച രൂപത്തിൽ പഠിക്കാനുള്ളൊരു ഗ്രന്ഥമായി ഈ മനാറുസ് സബീൽ എന്ന ഗ്രന്ഥം അങ്ങനെയാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാലത്തെ ഉലമാക്കൾ ഈ ഗ്രന്ഥം വളരെയധികം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ദർസുകളിൽ ഈ ഗ്രന്ഥം എന്ത് ചെയ്യാറുണ്ട്, പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇത് ഇദ്ദേഹം ഇബ്നു ളുവയ്യാൻ റഹിമഹുല്ല എഴുതിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം, ഇതിന് പൂർണ്ണമായ പേര് മനാറുസ് സബീൽ ഫി ഷർഹി ദലീൽ, ദലീലു താലിബ് ഫി നൈലിൽ മത്താലിബ് എന്ന പേരുള്ളൊരു ഗ്രന്ഥം. ദലീലു താലിബ് ഫി നൈലിൽ മത്താലിബ് എന്ന പേരുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് എന്ത്, മനാറുസ് സബീൽ എന്നീ ഗ്രന്ഥം. എന്നൊക്കെ ഞാൻ ചോദിക്കണ്ടോ, എഴുതി വെക്കാത്തവരൊക്കെ ചോദിക്കും. ദലീലു താലിബ് എന്ന പേരുള്ള ഗ്രന്ഥം അത് ഹംബലി ഫിഖ്ഹിലെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നൊരു ഗ്രന്ഥം. അതെഴുതിയത് മറഈ ഇബ്നു യൂസുഫ് അൽ കറമി എന്ന പേരുള്ള ഹംബലി മദ്ഹബിലെ വലിയൊരു പണ്ഡിതൻ. മറഈ ഇബ്നു യൂസുഫ് അൽ കറമി എന്ന പേരുള്ള ഹംബലി മദ്ഹബിലെ വലിയൊരു പണ്ഡിതൻ. അദ്ദേഹം എഴുതിയ ദലീലു താലിബ് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം, ഷറഹ നമ്മൾ പറയും, അതിൻ്റെ വിശദീകരണം. അപ്പം ദലീലു താലിബാണ് എന്ത്, മത്തന്. മനാറുസ് സബീൽ എന്നുള്ളത് ഷറഹ, വിശദീകരണമാണ്. അപ്പം ഈ ദലീലു താലിബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഹംബലി ഫിഖ്ഹിലെ ഒരു പ്രധാനപ്പെട്ട കിതാബാണ് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടത്, ഒരു മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മദ്ഹബിൻ്റെ കിതാബുകൾ നമ്മൾ അവലംബിച്ച് പഠിക്കുക എന്നുള്ളത് പല ആളുകളും പല തെറ്റിദ്ധാരണകളും അതിനെ സംബന്ധിച്ചുണ്ട്. ചില ആളുകൾ കരുതിയിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ അങ്ങനെ അതിനെ തഖ്ലീദ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി, നമ്മൾ തെളിവുകളൊന്നും നോക്കേണ്ടതില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. അല്ലേ, നാലാലൊരു മദ്ഹബിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ ഒരു മദ്ഹബും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല, മദ്ഹബുകളിലുള്ളത് നമ്മൾ ഒരിക്കലും പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട്. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തിൽ ശരിയായ നിലപാട്, മദ്ഹബുകൾ എന്നുള്ളത് നമുക്ക് മസാലകൾ പഠിക്കാൻ നമുക്ക് എളുപ്പം നൽകുന്നൊരു നല്ലൊരു വഴി മാത്രം. മസാലകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു വഴി മാത്രം. ഇതുപോലെ പണ്ഡിതന്മാർ പറയാറുണ്ട്, എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ഉദാഹരണം നൽകി പറയാറുണ്ട്. പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, കഅബയിൽ നിന്ന് ദൂരെ താമസിക്കുന്ന, മക്കയൊന്നും അല്ലാത്ത ഒരുപാട് ദൂരെ താമസിക്കുന്ന നാടുകളിലെ ആളുകൾ കിബില നിശ്ചയിക്കാൻ, കഅബയുടെ സ്ഥാനം നിശ്ചയിക്കാൻ എന്ത് ചെയ്യാറുണ്ട്, ഒരു പ്രത്യേകം നക്ഷത്രങ്ങളെ നോക്കി വയ്ക്കാറുണ്ട്. പ്രത്യേക നക്ഷത്രങ്ങളെ നോക്കി വയ്ക്കാറുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ നാട്ടുകാരും
അവരുടെ ഖിബില നിശ്ചയിക്കാറുണ്ട്. എന്നാൽ കാബയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേർക്ക് നേരെ നമ്മുടെ മുന്നിൽ കാബ കാണുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ഈ നക്ഷത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? വേണ്ടതില്ല. ഇതേപോലെയാണ് എന്ത് മദ്ഹബുകളും തെളിവുകളും. ഇതേപോലെയാണ് മദ്ഹബുകളും തെളിവുകളും. നമ്മൾക്ക് കൃത്യമായി തെളിവുകൾ, അത് സ്വഹീഹ് എന്താണ്, ദുഈഫ് എന്താണ്, ഇത് ഈ മസാലയ്ക്ക് തെളിവാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മുടെ അറിവ് വളരാത്ത സന്ദർഭത്തിൽ, ആ ഒരു കാലത്തോളം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു അവലംബിക്കപ്പെടുന്ന നാലാരുള്ള മദ്ഹബിൻ്റെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? മുന്നോട്ട് പോയാൽ മതി. പക്ഷെ നമ്മൾക്ക് തെളിവുകൾ പഠിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാലോ, സ്വഹീഹും ദഈഫും വേർതിരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലെത്തിയാലോ, അല്ലെങ്കിൽ നമുക്ക് ആ തെളിവുകൾ ഈ മസാലയിലേക്ക് എങ്ങനെയാണ് കണക്റ്റ് ആകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെടുമോ, ഇത് ഈ മസാലയെ അതിന് തെളിവാകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നത് ശരിയല്ല. ഏതുപോലെ കാബയുടെ മുന്നിലേക്ക് എത്തിയാൽ പിന്നെയും ആ നക്ഷത്രത്തിനെ നമ്മൾ അവലംബിക്കുന്നത് പോലെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകളും മുആമലാത്തുകളും ആക്കി തീർക്കാൻ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്ന വളരെയധികം ഉപകാരപ്രദമാകുന്ന കാര്യമാണ് മദ്ഹബുകൾ. എന്നാൽ നമ്മൾക്ക് തെളിവുകൾ കൃത്യമായി നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ നമ്മുടെ പഠനം കൂടുതൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് പല വിഷയങ്ങളിലും പല മസാലകളിലും പല മദ്ഹബുകളിലും തെളിവുകൾക്ക് എതിരാകുന്ന അല്ലെങ്കിൽ തെളിവിനോട് കൂടുതൽ യോജിച്ച് നിൽക്കാത്ത അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ മദ്ഹബിനെയല്ല തെളിവിനെയാണ് പിൻപറ്റേണ്ടത്. തെളിവിനെയാണ് പിൻപറ്റേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ഫിഖ് പഠിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ഫിഖ് പഠിക്കുന്നത് ഒരിക്കലും മോശപ്പെട്ട കാര്യമല്ല. അത് 4 മദ്ഹബുകളിൽ ഏത് മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയാണെങ്കിലും അതൊരു മോശപ്പെട്ട കാര്യമേ അല്ല. മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫിഖ് പഠിക്കുമ്പോൾ നമ്മളിൽ കടന്നു വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കടന്നു വരാൻ പാടില്ല. അതിൽപ്പെട്ട ഒന്നാമത്തെ പ്രശ്നമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു തെളിവ് നമുക്ക് വ്യക്തമായി വന്നെത്തി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം? മദ്ഹബിൽ അങ്ങനെയല്ലല്ലോ, ഇമാമ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ ഈ ആലിമ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെതിരാവുക എന്നുള്ളത് എന്തല്ല, ഒരിക്കലും ശരി. ആ തെളിവിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് സ്വഹീഹല്ല ആ തെളിവ്, അല്ലെങ്കിൽ ആ തെളിവ് ഇതിന് തെളിവാവുകയില്ല, അതിന് പല പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെ പറയുന്നത് വേറെ വിഷയം. അത് നമുക്ക് അനുവദിക്കപ്പെടുന്ന പറ്റും, ദീനിൽ അനുവദിച്ച് തന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. പക്ഷേ തെളിവ് ഇതിന് യോജിക്കും, ശരിയായ തെളിവാണ്, സ്വഹീഹായ തെളിവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നെ എന്ത് ചെയ്യാണ്? മദ്ഹബിൽ അങ്ങനെയല്ല. മദ്ഹബ് ഇതിനെതിരാണ്, ഇമാമ് പറഞ്ഞത് ഇതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മസലയ്ക്ക് നമ്മൾ തെളിവ് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് പ്രശ്നം വരുന്ന കാര്യം എന്നുള്ളത്, ഓരോ മദ്ഹബിൻ്റെ ആളുകളെയും ഓരോ തരത്തിൽ നോക്കിക്കാണുക എന്നുള്ളത്. മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലാവും ബറാവും, ഇഷ്ടവും വെറുപ്പും മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഷാഫിഈ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഹനഫി മദ്ഹബിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ചില ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നേരെ തിരിച്ചും കാണാം. ഹനഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഷാഫി മദ്ഹബിൻ്റെ ആളുകളെ, സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല, അങ്ങനെ പല വിഷയങ്ങളും. അതൊക്കെ മദ്ഹബിൻ്റെ തെറ്റായ സ്വാധീനങ്ങളാണ്. അതൊന്നൊരിക്കലും ഉണ്ടാകാത്ത രൂപത്തിലാണ് മദ്ഹബ് പഠിക്കുന്നതെങ്കിൽ നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. അതൊരിക്കലും മോശപ്പെട്ട കാര്യമല്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, അയാൾക്ക് തെളിവുകളെ പറ്റി ഒന്നും അറിയില്ല, തെളിവുകളെ പറ്റിയോ സ്വഹീഹിനെ പറ്റിയോ ദഈഫിനെ പറ്റിയോ ഒന്നും അയാൾക്ക് അറിയില്ല, ഒരു സാധാരണ വ്യക്തിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇബാദത്തുകൾ ശരിയാവാൻ എന്തു മതി? ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റിയാൽ മതി, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അയാൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ അയാൾക്കത് അനുവദിക്കപ്പെട്ട കാര്യമാണ്.
എന്നാൽ അതെല്ലാ കാലവും നമ്മൾ അതിൽ തന്നെ തുടരൽ നല്ലതാണോ? അത് ശരിയല്ല. പല ആളുകളും പറയുമ്പോൾ രണ്ട് തെറ്റായ രൂപത്തിൽ മനസ്സിലാവും. തെറ്റായ രൂപത്തിൽ നമ്മൾ ഖുർആൻ സുന്നത്തിനല്ലേ പിൻപറ്റേണ്ടത്, പിന്നെന്തിനാ മദ്ഹബിന്റെ പുറകെ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മദ്ഹബിനെ തന്നെ പിന്തുടർന്ന് എപ്പോഴും അങ്ങനെ തന്നെ പോയാൽ മതിയും ചിന്തിക്കുന്ന ആൾ. രണ്ടും ശരിയല്ല. നമ്മളിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, തുടക്കക്കാരനാണ്, നമുക്കൊന്നും അറിയില്ല. ആയത്തുകളുടെ മുഹ്കമ മുത്തശാബിഹ് അറിയില്ല, അതുപോലെ തന്നെ നാസിഖ് മൻസൂഖ് അറിയില്ല, സ്വഹീഹ് ദഈഫ് അങ്ങനത്തെ ഒരു വിഷയം നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തു മതി? ഏതെങ്കിലും ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് പോയാൽ പ്രശ്നമില്ല, അത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് എല്ലാ കാലവും അനുവദിക്കപ്പെട്ടതാണോ? അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണോ? അല്ല. മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നത് അനുവാദമുണ്ട്, പക്ഷെ എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം എന്താ? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ പഠിക്കുക, ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും ധാരാളമായി പഠിച്ച് നമ്മൾക്ക് അതിലെ ശരിയായ തെളിവുകൾ ഏതൊക്കെയാണ്, അതിൽ ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് തെളിവാകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മളിൽ വളർത്തിയെടുത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ ആയത്ത് ഇന്നൊരു കാര്യത്തിന് തെളിവാകും, ഈ ഹദീസ് ഇന്ന വിഷയത്തിന് തെളിവാകും എന്ന അവസ്ഥയിലേക്ക് നമുക്ക് തന്നെ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പല മദ്ഹബിലെ പല മസാലകളും കാണും, കൂടുതൽ ശരിയായ അഭിപ്രായത്തിനോട് യോജിക്കാത്ത പല അഭിപ്രായങ്ങളും കണ്ടേക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് എതിരാകണം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതോ നമ്മൾ ഫിഖ് പഠിക്കുക എന്നുള്ളതോ ഇതൊന്നും എന്തല്ല, മോശപ്പെട്ട കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് സാധിക്കുന്നത്ര ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിക്കാൻ, അങ്ങനെ അതിൽ നമുക്ക് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത രൂപത്തിലായിത്തീരാനുമാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ മദ്ഹബുകൾ രൂപപ്പെട്ടു വന്നത്? പലർക്കും അറിയില്ല. പലരും വിചാരിച്ചിട്ടുള്ളത് ഓരോ ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാർ അവർ തന്നെ ഒരു മദ്ഹബായിട്ടുണ്ടാക്കി, പിന്നെ അത് കുറേ ആൾക്കാർ ഫോളോ ചെയ്തു. അങ്ങനൊന്നുമല്ല. ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാരിൽ ഒരാൾ പോലും അവർക്ക് സ്വയം ഒരു മദ്ഹബ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാരിൽ ഒരാൾ പോലും അവർക്ക് അവരുടെ പേരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ഒരു മദ്ഹബായി അങ്ങനൊരു ഫിഖ്ഹിൽ ഒരു കുറച്ച് ആളുകൾ രൂപപ്പെടുക, അവരുടെ പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതുക എന്നുള്ളത് അവരൊരിക്കലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല, മനസ്സിൽ കരുതിയിട്ട് പോലുമില്ല. മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്ത് പ്രകാരം അവരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന രൂപത്തിൽ അതിനാക്കി തീർത്തതാണ്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പം ഇമാം അഹ്മദ് റഹിമഹുല്ല, അഹ്മദ് ബിനു മുഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിനോട് ഇങ്ങനത്തെ ഫിഖ്ഹിന്റെ മസലകൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ, ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് എന്ത് ചെയ്യാറില്ല, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഹദീസിന്റെ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും ചോദിക്കുമ്പോൾ മുമ്പിലിരുന്ന ആളുകൾ എഴുതി വെക്കാറുണ്ട്, അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കാറുണ്ട്, അതൊന്നും അദ്ദേഹം എതിർക്കാറുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഫിഖ്ഹിന്റെ മസലകൾ, ഇതിന്റെ വിധി എന്താണ്, അതിന്റെ ഈ അഭിപ്രായം എന്താണ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറയുമ്പോൾ ആരെങ്കിലും ശിഷ്യന്മാർ മുന്നിൽ വെച്ച് അത് എഴുതുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവർ വിലക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്, എഴുതാൻ കൂട്ടാക്കാറില്ല. എൻ്റെ അഭിപ്രായങ്ങൾ എഴുതി വെക്കാൻ മാത്രം ഞാൻ ആരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആയത്തോ ഹദീസോ നബിസ്വല്ലല്ലാഹു ഞാൻ റിവായത്ത് ചെയ്യുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളോ റിവായത്തുകൾ ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് പഠിച്ചു മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മസലയിൽ ഞാൻ പറയുന്ന അഭിപ്രായം എഴുതി വെക്കാൻ മാത്രം ഞാൻ ആരുമല്ല എന്നാണ് ആര് പറയാറുണ്ടായിരുന്നത്? ഇമാം അഹ്മദ് റഹിമഹുല്ല പറയാറുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം സമ്മതിക്കാറില്ല.
പക്ഷേ ശിഷ്യന്മാർക്ക് എന്തറിയാം? ഇദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാം, ഇദ്ദേഹത്തിൻ്റെ ഖദർ അറിയാം, ഇദ്ദേഹം വലിയ ഇമാമാണെന്ന്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഇമാമിങ്ങൾ പോലും ഇദ്ദേഹത്തെ ഇമാമായിട്ട് കണക്കാക്കി. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെന്താ ചെയ്തിരുന്നു പറഞ്ഞാൽ, ഓരോരുത്തരും എന്ത് ചെയ്യും, അവർക്ക് സംശയമുള്ള ഫിഖഹിൻ്റെ മസലകൾ വീതം വയ്ക്കും. ഒരു 10 ശിഷ്യന്മാരുണ്ടെങ്കിൽ 10 ആളുകൾ, ഇപ്പോൾ 100 ചോദ്യം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും 10 ചോദ്യങ്ങൾ വെച്ച് എന്ത് ചെയ്യും, വീതം വയ്ക്കും. എന്നിട്ട് ഈ 10 ആളുകളും വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് എന്ത് ചെയ്യും, ഇമാം അഹമ്മദിൻ്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് 10 ചോദ്യങ്ങൾ ചോദിക്കുക, എഴുതി വയ്ക്കാൻ സമ്മതിക്കൂല. 10 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം അവർ കാണാതെ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേഗം ഈ 10 ചോദ്യങ്ങൾ ഉത്തരം എഴുതി വയ്ക്കും. അങ്ങനെ ഈ ശിഷ്യന്മാരുടെ കൂട്ടായുള്ള പരിശ്രമം കാരണത്താൽ ഏകദേശം ഒരു 30,000-ഓളം ചോദ്യങ്ങളും അതിനുത്തരങ്ങളും 30,000-ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്ത് ചെയ്തു, ശിഷ്യന്മാർ ഒരുമിച്ച് ചേർത്തു. ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തു, പല നാടുകളിലാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് മരണപ്പെട്ടതോടുകൂടി പല നാടുകളിലേക്ക് യാത്ര ചെയ്തു. അവരുടെ അടുക്കൽ ഈ ചോദ്യങ്ങളുടെ ശേഖരമുണ്ട്, ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങളൊക്കെ കൂടി ഇമാം അഹ്മദിൻ്റെ മരണശേഷം ഈ ശിഷ്യന്മാരുടെ എല്ലാവരിൽ നിന്നും ദീൻ പഠിച്ചൊരാൾ, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഖല്ലാൽ. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഇമാം അഹ്മദിൻ്റെ എല്ലാ ശിഷ്യന്മാരുടെ അടുക്കലും പോയി ഈ ചോദ്യങ്ങളൊക്കെ ശേഖരിച്ച് ഒരൊറ്റൊരു കിതാബാക്കി മാറ്റി. ആ കിതാബിനാണ് മസായിലുൽ ഇമാം അഹ്മദ് എന്ന് പറയും. മസായിലുൽ ഇമാം അഹ്മദ്. ഈ മസായിലിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അതിനെ പിന്നെ ബാക്കിയുള്ളവർ പിന്നീട് വന്നവർ അതിനെ ഇരുന്ന് വിശദമായി പഠിക്കുകയും അതിൽ ഓരോന്നിലും ഇമാം അഹ്മദ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, ഓരോ വിഷയങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ മൊത്തത്തിൽ അതിനൊന്ന് ആറ്റിക്കുറുക്കിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഖുലാസ, അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, മദ്ഹബായി തീരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തല്ല, ഒരിക്കലും അവർ തന്നെ ഇമാമിയങ്ങൾ തന്നെ ഇതൊരു മദ്ഹബായി തീരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മദ്ഹബാക്കുന്നതല്ല, മറിച്ച് പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് അതെന്താവുന്നതാണ്, മദ്ഹബായി തീരുന്നതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന അധ്യാപനങ്ങൾ അത് സ്വഹാബത്ത് സ്വീകരിച്ചു, സ്വഹാബത്തിൽ നിന്ന് താബീയങ്ങൾ സ്വീകരിച്ചു. അവരിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളാണ് ഈ പറഞ്ഞ 4 ഇമാമിയങ്ങൾ. അപ്പം ഈ 4 ഇമാമിയങ്ങളുടെ അറിവ് എന്നുള്ളത് എന്തല്ല, അവർ പ്രത്യേകമായി അവരുടെ പഠനത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ അറിവുകളൊന്നുമല്ല. അത് അവർ മുൻകാലങ്ങളിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന്, താബീയങ്ങളിൽ നിന്നും കൈമാറി വന്ന അറിവുകളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മദ്ഹബുകൾ, ഇതിൽ 4 ഇമാമിയങ്ങൾ, ഈ 4 ഇമാമിയങ്ങളുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഫിഖഹിൽ അഖീദ നമുക്കറിയാം, 4 മദ്ഹബുകളുടെ ഇമാമിയങ്ങളും ഒരേ അഖീദയിലാണ്. ഇമാം അഹ്മദിൻ്റെ അഖീദയും ഇമാം മാലിക്കിൻ്റെ അഖീദയും ഇമാം ഷാഫിയുടെ അഖീദയും അബൂ ഹനീഫയുടെ അഖീദ, ഇതൊക്കെ സെയിമാണ്. ആളുകൾ പറയുന്ന പോലെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ തമ്മിൽ എന്തില്ല, ഏറ്റക്കുറച്ചിലുകളോ വ്യത്യാസങ്ങളോ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ മദ്ഹബിലെ ഏറ്റവും ആധികാരികമായി എല്ലാവരും അംഗീകരിക്കുന്ന വളരെയധികം പ്രശസ്തനായൊരു പണ്ഡിതനാണ് ആര്, അബൂ ജഅഫർ അത്ത്വഹാവി റഹിമഹുള്ള. ഈ അബൂ ജഅഫർ അത്ത്വഹാവി റഹിമഹുള്ളക്ക് ഒരു ഗ്രന്ഥമുണ്ട്, അഖീദത്തു ത്വഹാവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം എന്തു പറഞ്ഞിട്ടാണെന്നറിയോ, ഞാൻ പറയാൻ പോകുന്ന വിശ്വാസം ഇതാരുടെ വിശ്വാസമാണ്, അബൂ ഹനീഫയുടെയും അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരായ അബൂ യൂസുഫിൻ്റെയും മുഹമ്മദ് ബിൻ ഹസൻ്റെയും വിശ്വാസമാണ് ഞാൻ പറയാൻ പോകുന്ന വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ആ കിതാബ് തുടങ്ങുന്നത് തന്നെ. ആ കിതാബിൽ എന്താ ഉള്ളത്, പ്രത്യേക ഒരു വിശ്വാസം. ഇന്നത്തെ ഹനഫികളുടെ വിശ്വാസമാണ് ആ വിശ്വാസം. ഇന്നത്തെ ഹനഫികളുടെ വിശ്വാസം എന്താ, ബറൈൽവി, മാതുരീദി, പലതരത്തിലുള്ള ത്വരീഖത്തും മറ്റുമൊക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങളാണ്.
ഈ വിശ്വാസമായിരുന്നു അബൂ ഹനീഫയുടെ വിശ്വാസം? ഒരിക്കലുമല്ല. അത് ആ അഖീദത്തു ത്വഹാവിയ എന്നുള്ള ഗ്രന്ഥം പഠിച്ചവർക്ക്, വായിച്ചവർക്കറിയാം. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലയുടെ മദ്ഹബിൽ മാലിക്കു സഗീർ, ചെറിയ മാലിക് എന്ന പേരിൽ അത്രയും പ്രശസ്തിയുള്ള ആ മദ്ഹബിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു അബി സയ്യിദ് അൽ ഖൈറുവാനി റഹിമഹുല്ല. അദ്ദേഹം അർ റിസാല എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട ഗ്രന്ഥം. ഈ അർ റിസാല എന്ന ഗ്രന്ഥത്തിന്റെ ഫിഖ്ഹാണ് വിഷയമെങ്കിൽ കൂടെ അതിൻ്റെ ആമുഖത്തിൽ ആ പണ്ഡിതന്റെ വിശ്വാസ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ട്. അർ റിസാല എന്നുള്ള ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അതും സലഫി ഉലമാക്കൾ പഠിപ്പിക്കാറുള്ള വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. പക്ഷേ അതും എന്തല്ല, വേറൊരു പ്രത്യേക വിശ്വാസമല്ല. ഇനിയിപ്പോൾ ഇമാം ഷാഫിയുടെ മദ്ഹബിലേക്ക് വരികയാണെങ്കിൽ, ഇമാം ഷാഫിയുടെ മദ്ഹബിലെ ഏറ്റവും ഒന്നാമത്തെ ഷാഫിഈ കിതാബ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കിതാബുകളിൽ ഒരു കിതാബാണ് ഇമാം മുസനിയുടെ മുഖ്തസർ. ഇതേ ഇമാം മുസനി തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം വിശദീകരിക്കുന്ന ഷർഹുസുന്ന എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇമാം മുസനിക്ക് ഷർഹുസുന്ന എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. അതിലും സലഫി അഖീദ തന്നെയാണ്. സ്വാഹിബു ഷാഫിഈ, ഇമാം ഷാഫിഈയുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ് അൽ ഹുമൈദി റഹിമഹുല്ല. അദ്ദേഹത്തിനും എന്തുണ്ട്, ഒരു കിതാബുണ്ട് ഉസൂലുസുന്ന. അതിലെന്താ ഉള്ളത്? സലഫി അഖീദയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലെ ഞങ്ങൾ ഷാഫി ഇമാമിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ, പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ ഷാഫി ഇമാമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അതിൽ അഭിമാനം കൊണ്ട് ഊറ്റം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആവശ്യപ്പെട്ടു നോക്കുക. അവരിലെ തലമുതിർന്ന, കിതാബ് ഓതാൻ അറിയുന്ന, ദർസുകളിൽ മുദരിസായി അധ്യാപനം ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് അവരുടെ ഏതെങ്കിലും ഒരു മസ്ജിദിലോ മർക്കസിലോ ഒരു സ്ഥാപനത്തിലോ ഈ ഇമാം മുസനിയുടെ ഷർഹുസുന്നയോ അല്ലെങ്കിൽ ഇമാം ഹുമൈദിയുടെ ഉസൂലുസുന്നയോ അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു നോക്ക്. അവർക്ക് കഴിയില്ല. കാരണം അവരിന്ന് വിശ്വസിക്കുന്ന വിശ്വാസമല്ല ഇമാം ഷാഫിയുടെ വിശ്വാസം എന്ന് അത് അവർക്ക് പോലും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇമാം അഹ്മദിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അഖീദയിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എന്താ ഗ്രന്ഥത്തിന്റെ പേര്? ഇമാം അഹ്മദ് റഹിമഹുല്ല അഖീദയിൽ എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് ഉസൂലു അസ്സുന്ന. അപ്പൊ ഇതിലൊക്കെയും ഒരേ വിശ്വാസമാണ്, പരസ്പരം എതിരാകാത്ത ഒരേ ആദർശമാണ് ഈ 4 മദ്ഹബുകളിലും ഉള്ളത്. അത് തെളിയിക്കുന്ന, ഞാൻ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ, ഇത് തെളിയിക്കുന്ന വേറെയും ഒരുപാട് കിതാബുകളുണ്ട്. ഇപ്പോ ഷാഫിഈ പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അബൂ ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ല. ഷാഫിഈ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം തബഖാത്തു ഷാഫിഇയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫിഈ ഫുഖഹാക്കളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളിൽ അവർ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന അത്രയും വലിയ പണ്ഡിതനാണ് അബൂ ഉസ്മാൻ അസ്സാബൂനി. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട് അഖീദത്തു സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖീദത്തു സലഫി അസ്ഹാബിൽ ഹദീസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം, അതിലും സലഫി അഖീദ എന്ന് വെച്ചാൽ ഈ ഫിഖ്ഹിൽ പല കാരണങ്ങൾ കൊണ്ട് സ്വഹീഹ് ഏതാണ്, ദഈഫ് ഏതാണ്, സനദുകൾ വന്നതിലും കിട്ടാത്തതിലൊക്കെ അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ എന്തിൽ അഭിപ്രായ വ്യത്യാസമില്ല? അഖീദയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അഖീദയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ല. അഹ്ലുസുന്നത്തിന്റെ അഖീദ അത് ഹനഫിയാണെങ്കിലും മാലിക്കിയാണെങ്കിലും ഷാഫിയാണെങ്കിലും ഹംബലിയാണെങ്കിലും ഒരേ അഖീദയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ
ഒരുപാട് കാര്യങ്ങളിൽ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം അങ്ങനെയല്ല. കുറേ കാര്യങ്ങൾ ഇജ്മാ ഉള്ള കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ ഇജ്മാ ഉള്ള കാര്യങ്ങൾ. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ധാരാളം മസാലകളുണ്ട്. ഫിഖ്ഹിലും അഖീദിലും എന്തായാലും അഭിപ്രായ വ്യത്യാസമില്ല. വളരെ ചുരുക്കം ചില മസാലകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മസാലകളിലൊന്നും അഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയില്ല. ഫിഖ്ഹിലും അതേപോലെ തന്നെ ഒരുപാട് മസാലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇജ്മാ ഉള്ളതായി കാണാൻ സാധിക്കും. പക്ഷെ ഈ മദ്ഹബുകളുടെ ഇമാമുമാരോ മറ്റുള്ള ഉലമാക്കളോ അവർക്കൊന്നും തർക്കമില്ലാത്ത അഭിപ്രായ വ്യത്യാസമില്ലാത്ത ധാരാളം മസാലകളും ഫിഖ്ഹിലും കാണാൻ കഴിയും. പിന്നെ അഭിപ്രായ വ്യത്യാസം വരുന്നത് കുറേ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅലാം എന്ന പേരിലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷെ പല ആളുകളും ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പല ഇമാമിയങ്ങളും പല തെളിവുകൾക്ക് എതിരായത് കാണുമ്പോൾ പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ആ ഇമാമിയങ്ങളെ വളരെ മോശമായിട്ട് പലരും കണക്കാക്കാറുണ്ട്. പല വിദ്യാർത്ഥികളും പഠിച്ചു തുടങ്ങി കുറച്ചങ്ങനെ കിതാബ് സുന്നത്തെ കുറച്ചൊന്ന് ആഴത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ പല പണ്ഡിതന്മാരും ഈ ഖുറാന്റെ പല ആയത്തുകൾക്കും എതിരായിട്ടുണ്ട്, പല ഹദീസുകൾക്ക് എതിരായിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഇവരാ പണ്ഡിതന്മാരെ പറ്റി മോശമായിട്ട് കണക്കാക്കുകയും ഇവരെന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ, ഇവർക്ക് ഈ ഹദീസ് കിട്ടിയിട്ട് എന്താണ് ഇവരതുകൊണ്ട് അമലാക്കാത്തത്, അങ്ങനെ കുറേ തെറ്റായ പല ചിന്തകളും വരാതിരിക്കുവാൻ അവരുടെ ഭാഗത്ത് ഉള്ള ന്യായീകരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അവർക്കതിൽ ഉദറുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതിയ കിതാബാണ് റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅലാം. അതിൽ ഇങ്ങനെയുള്ള ഉദറുകളെ വ്യക്തമാക്കുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പണ്ഡിതന്മാരൊക്കെ തെളിവ് വന്നെത്തിയിട്ട് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അതൊക്കെ മാറ്റിവെച്ച് അവരുടെ സ്വന്തം ഒരു അഭിപ്രായം അവർ ഖുർആൻ സുന്നത്തിന് യാതൊരു വില കൊടുക്കാതെ പറഞ്ഞതാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനത്തെ ആളുകളെയല്ല ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഈ 4 മദ്ഹബിന്റെ ഏത് പണ്ഡിതന്മാർ അറിയപ്പെട്ട ഏത് ആലിമാണെങ്കിൽ പോലും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഖുർആനും സുന്നത്തിനെയും യാതൊരു പരിഗണനയും കൊടുക്കാതെ ഒരു വിലയും നൽകാത്ത ഒരു ആലിമുമില്ല. അവൻ അങ്ങനെയുള്ള ഒരാൾ ആലിമാവുകയില്ല. അങ്ങനെയുള്ള ഒരാൾ മറിച്ച് അവർക്ക് ഖുർആനും സുന്നത്താണ് എല്ലാത്തിനേക്കാളും വലുത്. ഖുർആനും സുന്നത്താണ് എല്ലാത്തിനേക്കാളും അവർക്ക് വലുത്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര അറിവുള്ള ആളാണെങ്കിലും അയാളുടെ അഭിപ്രായത്തിനേക്കാൾ അവർ പരിഗണിച്ചു തരുന്നത് ഖുർആനും സുന്നത്തിനെയും തന്നെയാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മദ്ഹബിൽ ധാരാളം കാണാൻ സാധിക്കും. പല മസാലകൾക്കും നേർക്ക് നേരെ എതിരാകുന്ന ഹദീസുകൾ, സ്വഹീഹായ വ്യക്തമായ സ്വരീഹായ ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒരാൾക്ക് തോന്നിപ്പോവും, ഇതെന്താ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് സുന്നത്തിന് ഇത്ര വിലയെ നൽകുന്നുള്ളൂ എന്ന് കരുതിപ്പോയേക്കാം. പക്ഷേ ഒരിക്കലും ആ ഹദീസ് വന്നെത്തി കിട്ടിയിട്ട് ആ ഹദീസ് സ്വഹീഹായി മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിനെതിരായത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ മസാലകൾ ഉണ്ടാവുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അദ്ദേഹം കൂഫയിലുള്ള ഇറാഖിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൂഫയിൽ ഒരുപാട് ഫിത്തനകളും കളവുകൾ പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകളും പ്രചരിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന് ഹദീസുകൾ വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. വിശ്വസിച്ചിട്ടൊരു ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. കാരണം എമ്പാടും കളവ് പറയുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ പേരിലോ റസൂലിൻ്റെ പേരിലോ ഒന്നും ഒരു പേടിയില്ലാതെ ഒരു നാണക്കേടും ഇല്ലാതെ ധാരാളം കളവുകൾ പറയുന്ന ആളുകൾ നാട്ടിൽ വ്യാപകമായതുകൊണ്ട് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പല ഹദീസുകളും സ്വീകരിക്കാൻ പേടിയായിരുന്നു. തനിക്ക് നേരത്തെ അറിയുന്ന അത്രയും ഉറപ്പുള്ള ആളുകൾ എന്നല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യാറില്ല, ഹദീസുകൾ എടുക്കാറില്ല, കേൾക്കാറില്ല, പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, വളരെ പരിമിതമായ ആളുകളിൽ എത്ര ഹദീസുകൾ കിട്ടും. ഇന്നത്തെ പോലെ ഹദീസുകൾ ശേഖരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ഹദീസുകൾ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഹദീസുകൾ പലതും കിട്ടാതെ പോയി. അപ്പൊ അങ്ങനെ ഹദീസുകൾ കിട്ടാതെ പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ആ വിഷയത്തിൽ ഖുർആന്റെ ആയത്തില്ല, ഹദീസുകളില്ല, അദ്ദേഹത്തിന്റെ അടുക്കലില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, അത് ഇജ്മാഅോ മറ്റെന്തെങ്കിലും ഖിയാസോ അങ്ങനെ എന്തെങ്കിലും തെളിവുകളുമായിട്ട് അങ്ങനെ എന്ത് ചെയ്യും, അതിലൂടെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പരിശ്രമിക്കുകയും ചിലതിൽ ശരിയായ റിസൾട്ടിലേക്ക് എത്തുകയും ചിലതിൽ തെറ്റ് സംഭവിക്കുകയും ചെയ്യും.
അതേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഖുർആൻ സുന്നത്തിന് എതിരാവാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പണ്ഡിതനും എതിരാവുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മനസ്സിൽ പണ്ഡിതന്മാരെ, ഈ പറയുന്ന ഉലമാക്കളെ, പല മസലകൾ നമ്മൾ ആ മദ്ഹബിന് എതിരാകുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഇമാമിയങ്ങളോടുള്ള സ്ഥാനം കുറഞ്ഞു പോകരുത്. ഇമാമിയങ്ങളുള്ള സ്ഥാനം കുറഞ്ഞു പോകരുത്. അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അറിവ് ശരിയായ റിസൾട്ടിലേക്ക് എത്താൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്നുണ്ടാവും, പല പണ്ഡിതന്മാരും പല ഹദീസുകളും ഒരൊറ്റൊരു ഹദീസായിരിക്കും, ആ ഒരേ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്, അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ട്. മാസങ്ങൾ കണക്കെ യാത്ര ചെയ്യാറുണ്ട് ഒരേ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഹദീസ് സ്വഹീഹാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ നടത്തുന്ന പരിശ്രമങ്ങൾ, പഠനങ്ങൾ, അധ്വാനങ്ങൾ, ഇതൊക്കെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ, മറക്കാൻ പാടില്ലാത്തതാണ്. നമുക്കൊരിക്കലും അതിൻ്റെ അടുത്തേക്ക് അയലത്ത് പോലും എത്താൻ സാധിക്കാത്തത്രയും വലിയ പരിശ്രമങ്ങളാണ് അവർ ദീനിനു വേണ്ടി നടത്തിയിട്ടുള്ളത്. അത്രയും വലിയ ഇമാമിയങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തെളിവിനോട് എതിരാവുക എന്നുള്ളത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. മറിച്ച് മാനുഷികമായി പറ്റുന്ന അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ചില അറിവുകൾ അവർക്ക് വന്നെത്തി കിട്ടാത്തത്, അല്ലെങ്കിൽ വന്നെത്തി കിട്ടിയ അറിവുകൾ തന്നെ അവർക്ക് ചിലപ്പോൾ സ്വഹീഹല്ലാത്ത സനദിലൂടെ വന്നെത്തി കിട്ടിയിട്ടുണ്ടാകും, വേറൊരു മറ്റൊരു പ്രശ്നമുള്ള സനദിലൂടെ വന്നെത്തി, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല എന്തെങ്കിലും അവർക്കതിൽ ഉതിരുണ്ടാകാം, റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് ന്യായം പറയാനുണ്ടാകാം. അതല്ലാതെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, എതിരാകാൻ വേണ്ടി ഒരിക്കലും ആയത്തുകളോടോ ഹദീസുകളോടോ ഇജ്മാഇനോടോ എതിരാവുകയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇമാമിയങ്ങളുടെ ഖദറും അവരുടെ മഹത്വവും സ്ഥാനവും ഒക്കെ പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായത്തിന് എതിരാകുന്നത്, നമ്മൾ ആ പണ്ഡിതൻ്റെ ആ മദ്ഹബിൽ തന്നെ മുന്നോട്ട് പോയാൽ പോരെ. ചിലർ പറയും, നമ്മളൊരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹദീസ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹദീസ് എന്താ ഇമാം ഷാഫിക്ക് അറിയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ചോദിക്കാറുണ്ട്. ഒരു മസല വരുമ്പോൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഈ ഹദീസ് എന്താ ഇമാം ഷാഫിക്ക് അറിയാത്ത ഹദീസ് അല്ലേ എന്ന് ചോദിക്കും, കേട്ടിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമുകൾക്ക് ആ ഹദീസ് വന്നെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും എളുപ്പമുള്ള നിലപാട്, റബ്ബിൻ്റെ അടുക്കൽ പ്രയാസമാകാത്ത നിലപാട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിയുമ്പോൾ റബ്ബ് നമ്മളോട് നീ എന്തിനാണ് അത് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം ഷാഫിഈ പറഞ്ഞു എന്ന് പറയുന്നതാണോ നല്ലത്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം, ഏറ്റവും നല്ലത് എന്താ? എളുപ്പത്തിൽ മനസ്സിലാകാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ജഡ്ജി, ഒരു കാളി, അയാളുടെ അടുക്കൽ ഒരു കേസ് വന്നെത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു ജഡ്ജിയുടെ അടുക്കൽ ഒരു കേസ് വന്നെത്തിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഭാഗമുണ്ട്, പ്രതിയുണ്ട്, വാദിയുണ്ട്. രണ്ട് ഭാഗത്തും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തെളിവുകൾ ഹാജരാക്കി അവരുടെ വാദമൊക്കെ ഉന്നയിച്ചു, ഒക്കെ സംസാരമൊക്കെ കഴിഞ്ഞു. അപ്പോ ഈ സംസാരത്തിൽ അല്ലെങ്കിൽ ഈ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഈ ജഡ്ജിക്ക് ഈ തെളിവുകളൊക്കെ പരിശോധിക്കുമ്പോൾ വാദിയുടെ ഭാഗത്താണ് ന്യായമുള്ളത്, പ്രതി കുറ്റക്കാരനാണ് എന്നാണ് ആർക്ക് മനസ്സിലാവുന്നത്? ജഡ്ജിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ജഡ്ജി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ ഈ ജഡ്ജിക്ക് റബ്ബിന്റെ അടുക്കൽ എന്തുണ്ടാവുകയില്ല, ഈ വിധി തെറ്റാണെങ്കിൽ പോലും അതിന് കുറ്റം കിട്ടൂല. ശ്രദ്ധിക്കണേ, ഇയാളുടെ അടുക്കൽ ഈ വാദിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഈ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇയാൾ ആ വിഷയം ശരിക്ക് പഠിച്ചിട്ട് ഇയാൾ അതിലെന്ത് ചെയ്തു, ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിന്റെ കാരണത്താൽ റബ്ബിന്റെ അടുക്കൽ അയാൾ എന്താവില്ല, കുറ്റക്കാരൻ ആവുകയില്ല. ഇതേപോലെ തന്നെയാണ് എന്തും, നമ്മുടെ മുന്നിലൊരു മസല വന്നെത്തി, ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, തെളിവ് അതിന് നേരെ എതിരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് തെളിവിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണ്, ഈ പണ്ഡിതനോട് നമ്മൾ എതിരാവുകയാണ്.
അങ്ങനെ ആയാൽ നമ്മൾ എന്താവുകയില്ല, റബ്ബിൻ്റെ അടുക്കൽ കുറ്റക്കാരനാണ്. നമ്മൾ എന്ത് വിചാരിക്കേണ്ടതില്ല, ഇത്രയും വലിയ പണ്ഡിതനല്ലേ, അദ്ദേഹത്തിന് ഈ ഹദീസ് വന്നെത്തിയിട്ടുണ്ടാവൂലേ, അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവൂലേ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെളിവുകളാണ് നമുക്ക് ഏറ്റവും പ്രധാനം. തെളിവുകളോട് എതിരാവുക എന്നുള്ളത് ഒരിക്കലും പണ്ഡിതന്മാർ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ പിൻപറ്റുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മസാല കൂടി പറയാണ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പല ആളുകളും തെളിവുകളാണ്, ഖുർആനും സുന്നത്തുമാണ് അല്ലെങ്കിൽ ഇജ്മാ ആണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് പറയുമ്പോൾ പല ആളുകൾ എന്ത് ചെയ്യാറില്ല, ഈ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയതെന്നുള്ളത് പരിഗണിക്കാറില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയം. എത്രത്തോളം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഒരു വിഷയത്തിൽ അതിലുള്ള ഇജ്മാഉം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അറിയാത്തൊരാൾ, ഒരു മസ്അലയിലെ ഇജ്മാഉം അഭിപ്രായ വ്യത്യാസങ്ങളും അറിയാത്തൊരാൾ ആ മസ്അലയിൽ സംസാരിക്കാന്നുള്ളത് അനുവദനീയമല്ല, പാടില്ല, ഹറാമാണ്. നമ്മുടെ കൺമുന്നിൽ ആ ആയത്ത് വ്യക്തമായി വന്നെത്തി, ഈ വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം, ഹദീസ് മുന്നിൽ വന്നെത്തി. ഇത് പഠിച്ച ആളുകളെ പറ്റിയിട്ടല്ല കേട്ടോ, സാധാരണക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. പഠിച്ച ആളുകൾക്കറിയാം നസ്സ് ഏതാണ്, മുഹ്കം ഏതാണ്, നാസിഖ്, അതൊക്കെ അവർക്കറിയാം. അറിവുള്ള ആളുകൾ പറ്റിയിട്ടില്ല. അറിവില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ ഒരു ആയത്തോ ഹദീസോ വന്നെത്തിക്കഴിഞ്ഞാൽ ആ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ സ്വഹാബത്ത് ആ വിഷയത്തിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു, താബീങ്ങൾ ആ വിഷയത്തിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു, അതിൽ ഇജ്മാ ഉണ്ടോ എന്നൊന്നും അറിയാത്തൊരാൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. പല ആളുകളും ഇന്ന് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം അതാണ്. ഖുർആനും സുന്നത്താണ് എല്ലാത്തിനേക്കാളും പ്രാധാന്യം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഖുർആനും സുന്നത്തും അവരവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, അതിനെ വ്യാഖ്യാനിക്കുകയും പ്രാക്ടിക്കലാക്കുകയും ചെയ്യും. ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല. മറിച്ച് നമ്മളത് എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്, അല്ലേ? നമ്മൾ സലഫികൾ എന്നാ പറയാം. സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫുകളെ പിൻപറ്റുന്നവർ എന്നർത്ഥം. സലഫി മനഹജ് മുറുകെ പിടിക്കുക. സലഫി മനഹജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം എന്തെന്നറിയോ, നമ്മുടെ സലഫുകൾ സ്വഹാബത്തും താബീങ്ങളും അവർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യം നമ്മൾ ഒരിക്കലും അതിനെതിരാകാൻ പാടില്ല. നമ്മളതിനൊരിക്കലും എതിരാകാൻ പാടില്ല. രണ്ടാമത്തെ വിഷയം, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഇപ്പം രണ്ടഭിപ്രായം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ മൂന്നാമതൊരു അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമതൊരഭിപ്രായം സ്വീകരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഫിഖ്ഹിന്റെ മസ്അല, ആ മസ്അലയിൽ സ്വഹാബത്തിനിടയിൽ ഇജ്മാ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഇജ്മാഇനെതിരാകുന്ന അഭിപ്രായം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇനി ആ മസ്അലയിൽ സ്വഹാബത്തിന് രണ്ടഭിപ്രായം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലോ, ആ രണ്ടാലൊരു അഭിപ്രായമേ നമ്മൾ സ്വീകരിക്കാവൂ, മൂന്നാമത്തെ അഭിപ്രായത്തിലേക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ വളരെ സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്, വളരെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം ഇത് പറയുന്ന നമ്മളെങ്ങനെയാണ്, നമ്മൾ ആ വിഷയത്തിലെ സ്വഹാബത്തിന്റെ നിലപാടുകൾ പരിശോധിക്കാതെ ഒരു നിലപാട് പറയാം, അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനി വളരെ ചുരുക്കത്തിൽ ഈ ഫിഖ്ഹിന്റെ ചരിത്രം ഒന്ന് വേഗത്തിൽ പറയാം. എങ്ങനെയാണ് ഈ ഫിഖ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ 4 മദ്ഹബുകളിലേക്ക് എത്തിയത്, എങ്ങനെയാണ് അതിന്റെ ചുരുക്കം വളരെ വേഗത്തിൽ ഒന്ന് പറയാം. അത് പറയുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ആകത്തുക ഒന്ന് വേഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പും പലരും പല നാടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ട്. മരണശേഷം എന്ത് ചെയ്തു, പല നാടുകളിലേക്കായി പല സഹാബികൾ എന്ത് ചെയ്തു, മാറി താമസിച്ചു. അപ്പൊ പല സഹാബികളും പല നാടുകളിലാണ്. അപ്പോൾ ആ നാടുകളിലെ അവസ്ഥയ്ക്കനുസരിച്ച് ആ ഓരോ നാട്ടിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും മുതിർന്ന സഹാബി
ഏറ്റവും അറിവുള്ള സഹാബി, അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആ നാട്ടിലെ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫത്വകൾ കൊടുക്കാനും പല മസാലകളിൽ ഉത്തരം പറയാനുമൊക്കെ അവരാരംഭിച്ചു. ഫത്വ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദീനിലെ വിഷയങ്ങൾ ചോദിക്കുക, അവർ മറുപടി പറയും. ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫത്വ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫത്വ പറയുന്ന സഹാബികൾ മൊത്തം, നമ്മൾ ചരിത്രം മൊത്തം പരിശോധിച്ചു, സഹാബികൾ മൊത്തം 1.5 ലക്ഷത്തോളം സഹാബികളുണ്ട്. ഈ 1.5 ലക്ഷത്തോളം സഹാബികളിൽ ഫത്വ പറഞ്ഞ, നമുക്ക് സ്വഹീഹായി സനദോടുകൂടെ വന്നെത്തി കിട്ടിയ സഹാബികളുടെ എണ്ണം എത്രയെന്നറിയോ? വെറും 130 എണ്ണം മാത്രം. വെറും 130 പേര് മാത്രം. എന്തുകൊണ്ടങ്ങനെ? ഫത്വ പറയാൻ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നൊരു കൗമായിരുന്നു ആര്? സ്വഹാബത്ത്. ഫത്വ പറയാൻ അങ്ങേയറ്റം പേടിയായിരുന്നു. അങ്ങേയറ്റം അവരെന്ത്, എത്രത്തോളം സലഫുകളുടെ ചരിത്രത്തിൽ കാണാം, സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ അവര് ഒരു മജ്ലിസിൽ ഇപ്പോൾ ഒരു 10 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, 10 സ്വഹാബികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവരിൽ ഒരാളിലേക്കൊരു ചോദ്യം, ഫത്വ ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് അടുത്ത ആളോട് കൈമാറും. താങ്കൾ പറഞ്ഞോളൂ. ആ അടുത്ത ആൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത 3ാമത്തെ ആളിലേക്ക് കൈമാറും. അങ്ങനെ അത് കൈമാറി എന്ത് ചെയ്യും? അത് ആദ്യം ചോദിക്കപ്പെട്ട ആളിലേക്ക് തന്നെ എത്താറുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഇൽമും ശ്രേഷ്ഠതയൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഖുർആനിലോ സുന്നത്തിൽ ഇല്ലാത്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? സ്വഹാബത്തിൽ ഉള്ള ഏറ്റവും മുതിർന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? കുറച്ച് ആളുകളുണ്ട്, അദ്ദേഹം അങ്ങനെ ഷൂറ കൂടാൻ വേണ്ടി തിരഞ്ഞെടുത്ത കുറച്ച് സ്വഹാബിമാരുണ്ട്. അവരെ വേഗം വിളിക്കും, ഒരുമിച്ച് ചേരാൻ പറയും. എന്നിട്ട് അവരുടെ അടുക്കൽ ചർച്ച ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ആ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കുക. അങ്ങേയറ്റം ഫത്വയുടെ വിഷയത്തിൽ അവർ പേടിക്കാറുണ്ട്. അതുകൊണ്ടാണ് 1.5 ലക്ഷത്തോളം സ്വഹാബത്ത് ഉണ്ടായിരുന്നിട്ട് പോലും 130 പേരെന്ത് ചെയ്തിട്ടുള്ളൂ? ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഫത്വ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള ആളുകൾ മൊത്തം കണക്കെടുത്താൽ 130 സ്വഹാബികൾ മാത്രമാണ്. അതിൽ തന്നെ 20 സ്വഹാബികൾ മാത്രമാണ് കുറേ ഫത്വകൾ പറഞ്ഞതായി കാണാൻ സാധിക്കുക. 20 പേര് മാത്രം. ബാക്കി 130-ലെ 110 പേരും 1, 2, 3 കുറച്ച് ഫത്വകൾ മാത്രം, വിരലെണ്ണാവുന്ന ഫത്വകൾ മാത്രം പറഞ്ഞതായിട്ടേ കാണാൻ സാധിക്കും. ഈ 20 സ്വഹാബികൾ മാത്രമാണ് ഒരു കിതാബിൻ്റെ അത്രയും വലിപ്പത്തിൽ ഫത്വകൾ ക്രോഡീകരിച്ചാൽ ആക്കാൻ പറ്റുന്ന അത്രയും ഫത്വകൾ പറഞ്ഞത് 20 സ്വഹാബികൾ മാത്രം. ഈ 20 സ്വഹാബികളിൽ 7 പേരാണ് അതിലേറ്റവും കൂടുതൽ ഫത്വകൾ എന്ത് ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ പിൽക്കാലങ്ങളിൽ താബീയങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ, ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ പിൽക്കാലത്തുണ്ടായ സ്വഹാബികൾ 7 പേര് മാത്രമാണ്. 7 പേര് മാത്രമാണ്. ആരൊക്കെയാണ് അവർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആയിഷ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും. 7 പേര്. ആരൊക്കെ മോനെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ 7 പേര്. ഇവരുടെ ഇൽമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത് വെച്ചാൽ ഇവരാണ് കൂടുതലും ഫത്വ പറഞ്ഞത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫത്വകൾ പറഞ്ഞത് ഈ 7 സ്വഹാബികളാണ്. ഇവരുടെ സ്വാധീനമാണ് താബീയങ്ങളിൽ, ഇവരുടെ ഇൽമാണ് താബീയങ്ങൾ എന്ത് ചെയ്തത് അവരിലേക്ക് കടന്നു വന്നതും കൂടുതൽ ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടായിത്തീർന്നതും വലിയ ഉലമാക്കളായിത്തീർന്നതൊക്കെ ഈ 7 സ്വഹാബികളുടെ ശിഷ്യന്മാരാണ്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഈ 7 പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് 4 പേരാണ്. 7 പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് 4 ആളുകളാണ്. അതിൽ ഒന്നാമത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നത്? ഇറാഖിലുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നത് ഇറാഖിലാണ്. അപ്പം ഇറാഖിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇൽമുള്ള വേറെ ആരുമില്ല സഹാബത്തിന്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇബ്നു മസ്ഊദിനെയാണ് എന്ത് ചെയ്തിരുന്നത്? എല്ലാ കാര്യങ്ങളിലും ഫത്വ ചോദിക്കാൻ അവർ അവലംബമായി കണ്ടിരുന്നത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഇറാഖിൽ. പിന്നെ മക്കയിൽ ഉണ്ടായിരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മദീനത്ത് 2 സഹാബികൾ, ഒന്ന് സെയ്ദ് ഇബ്നു സാബിത്തും രണ്ടാമത്തത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ 2 പേരുമാണ് മദീനത്തുണ്ടായത്. അപ്പൊ ഈ 4 സഹാബികളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ബാക്കിയുള്ള താബിഈങ്ങൾ കൂടുതലും, ബാക്കിയുള്ളവർ കൂടുതലും ഇവരെയാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. ഇവരുടെ അടുക്കലാണ് തുല്ലാബുകൾ, ശിഷ്യന്മാരെപ്പോഴും. ഇബ്നു മസ്ഊദിനെ സംബന്ധിച്ചൊക്കെ കാണാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ദിക്ർ ഹൽക്കയുടെ സംഭവം പറയുന്ന ഹദീസിൽ, അലൈക്കും സലാം, ദിക്ർ ഹൽക്കയുടെ സംഭവം പറയുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിദ്അത്തിനെ ശക്തമായി എതിർക്കുന്ന ഹദീസ്. ആ ഹദീസിൽ ഈ സ്വഹാബി പള്ളിയിൽ, കൂഫയിലെ പള്ളിയിൽ, ഇറാഖിലെ പള്ളിയിൽ ആ ദിക്ർ ഹൽക്ക കണ്ടിട്ട് സുബഹിക്ക് മുമ്പാണ്, സുബഹി ബാങ്കിന് മുമ്പാണ്, ശ്രദ്ധിക്കണം ആ സന്ദർഭം. അദ്ദേഹം സുബഹി ബാങ്കിന് മുമ്പ് ഈ പള്ളിയിലെ ഹൽക്ക കണ്ടിട്ട് നേരെ ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിന് പുറത്ത് ആരുണ്ട്? ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അവരോടാണ് എന്ത് ചോദിക്കുന്നത്? ഈ സ്വഹാബി ചോദിക്കുന്നത്, അബൂ അബ്ദുറഹ്മാൻ പുറത്തേക്ക് വന്നോ? ഇബ്നു മസ്ഊദിന്റെ കുനിയത്താണ് അബൂ അബ്ദുറഹ്മാൻ. അദ്ദേഹം പുറത്തേക്ക് വന്നുവോ എന്ന് അദ്ദേഹം ഈ ശിഷ്യന്മാരോട് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ അടുക്കൽ എപ്പോഴും ദീൻ പഠിക്കുന്ന ശിഷ്യന്മാർ എവിടെ ഉണ്ടായിരുന്നത്? ഏത് നാട്ടിലുണ്ടായിരുന്നത്? ഇബ്നു മസ്ഊദ് മക്കയിലോ ഇറാഖില്? ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന 4 സ്വഹാബികൾ, അവരുടെ അടുക്കൽ ധാരാളം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അവരിൽ നിന്ന് അവർക്ക് കിട്ടിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ അറിവ് ഈ സ്വഹാബികളിൽ നിന്ന് ധാരാളം ശിഷ്യന്മാർ കരസ്ഥമാക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത്. ആ ചെറിയ പ്രായമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ഒരുപാട് കാലം ജീവിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് പ്രായം കഴിഞ്ഞു പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വഹാബത്തിൽ ഏറ്റവും അവസാനം മരണപ്പെട്ടു പോയ സ്വഹാബികൾ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ താബിഈങ്ങൾ ഒരുപാട് പേർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കണ്ടുമുട്ടാനും, പ്രത്യേകിച്ച് അദ്ദേഹം മക്കയിലാണ്, എല്ലാവരും ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൽമു അതേപോലെ തന്നെ പ്രചരിക്കുകയാണ്. മദീനയിൽ 2 പേരാണ് പ്രധാനമായും, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുമയും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ 4 പേരുടെ അടുക്കൽ നിന്നും കുറേ ശിഷ്യന്മാർ പഠിച്ചിറങ്ങി. അതിൽ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ കുറച്ചായിട്ട് പേരുകൾ പറയാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് മുജാഹിദ് റഹിമഹുല്ലാ, മുജാഹിദ് ഇബ്നു ജബർ. പിന്നെ അതാ ഇബ്നു അബി റബാഹ, അതാ ഇബ്നു അബി റബാഹ. മൂന്നാമത്തത് താവൂസ് ഇബ്നു കൈസാൻ, താവൂസ് ഇബ്നു കൈസാൻ. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, ഒന്ന് ഖാദി ഷുറൈഹ്, ഖാദി ഷുറൈഹ് എന്നാണ് പേര്. അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഖാദിയായി
സ്ഥാനമനുഷ്ഠിക്കുന്നുണ്ട്. അതേപോലെ അൽഖമ ഇബ്നു വഖാസ് അൽ-ലൈസി, അതേപോലെ തന്നെ മസ്റൂഖ് ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഞാനിപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഒരു 2 സനദുകൾ ഞാൻ പറയാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പറയുന്നതിനേക്കാളും ഒരു സനദായിട്ട് പറയുമ്പോൾ എളുപ്പത്തിലൊരു ഐഡിയ കിട്ടും. ഉദാഹരണത്തിന് മദീനയിലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യനാണ് സാലിം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് സാലിം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? ഇമാം അസ്സുഹരി. ഇമാം അസ്സുഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര്? ഇമാം അശ്ശാഫിഈ. ഇമാം അശ്ശാഫിഈയുടെ ശിഷ്യനായിരുന്നു ആര്? ഇമാം അഹ്മദ്. അപ്പൊ ഇമാം അബൂ ഹനീഫ എവിടെ? അബൂ ഹനീഫ ഇവിടെ അല്ല, അബൂ ഹനീഫ ഇറാഖിലാണ്. അത് വേറെ സനദ. അപ്പൊ ഈ സനദിൽ എല്ലാവരും വന്നു. 4 മദ്ഹബുകളിലെ 3 ആളുകളും ഈ സനദിൽ വന്നു. അബൂ ഹനീഫയുടെ സനദ് പറയുകയാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് ഇബ്നു മസ്ഊദ്. ഇറാഖിലെ സഹാബിയാരാ? ഫത്വ മുഫ്തിയാരാ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അൽഖമ, നമ്മൾ പറഞ്ഞു, അൽഖമത്ത് ഇബ്നു വഖാസ് അൽ-ലൈസി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഇബ്രാഹിം അൻ-നഖഈ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആര്? ഹമ്മാദ് ഇബ്നു സലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? അബൂ ഹനീഫ. ഹമ്മാദ് ഇബ്നു സലമയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സനദുകൾ കിടക്കുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം ഒരിക്കലും എന്തല്ല, പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ അവരുടെ സ്വന്തം എന്തോ ഒരു പുതിയൊരു കാര്യം ദീനിൽ കടത്തിക്കൊണ്ടുവന്നതൊന്നല്ല. അവർ തലമുറകളായി സ്വഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും കൈമാറി വന്ന ഇൽമ്, ആ ഇൽമ് കൊണ്ട് കൂടുതൽ ഈ ആളുകൾ അറിയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തു? ആ ഒരു ഫിഖ്ഹിന്റെ വിഷയത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകളായി അവർ മാറി എന്ന് മാത്രമല്ല, നമ്മൾ ഈ മദ്ഹബുകൾ രൂപപ്പെടുന്നതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്, രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് അബൂ ഹനീഫ റഹിമഹുല്ലാഹുവിന്റെ മദ്ഹബ് രൂപപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് അബൂ യൂസുഫ് റഹിമഹുല്ലാ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ മരണപ്പെട്ടതിന് ശേഷം ആ നാട്ടിലെ കാളിയായി, അവിടുത്തെ ഭരണാധികാരി ഇദ്ദേഹത്തെ ആ നാട്ടിലെ കാളിയായി നിശ്ചയിച്ചു. നമ്മൾ കാളി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നാട്ടിലെ സുപ്രീം കോടതി ജഡ്ജി എന്നൊക്കെ പറയുന്ന പോലെയാണ് അവിടുത്തെ കാളി എന്ന് പറയുന്നത്. അങ്ങനത്തെ കാളിയായിട്ട് ആര് നിശ്ചയിച്ചു? അബൂ ഹനീഫ റഹിമഹുല്ലാഹി നിശ്ചയിച്ചു. അബൂ ഹനീഫ റഹിമഹുല്ലാഹി ശിഷ്യനായ അബൂ യൂസുഫിനെ നിശ്ചയിച്ചു. അപ്പൊ അബൂ യൂസുഫ് സ്വാഭാവികമായിട്ടും പഠിച്ചത് ആരിൽ നിന്നാണ്? അദ്ദേഹത്തിന്റെ ഷെയ്ഖായ അബൂ ഹനീഫ റഹിമഹുല്ലാഹിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? അബൂ ഹനീഫ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ആയത്തിനെ ഈ രൂപത്തിലാണ് വിശദീകരിച്ചത്, അദ്ദേഹം ഈ ഹദീസിനെ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ടാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ന വിധിയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ആ ഒരു മദ്ഹബ് ആ നാട്ടിൽ ഒരു മദ്ഹബായി പ്രചരിക്കുന്നതിൻ്റെ അങ്ങനെയാണ് തുടക്കം. അങ്ങനെയാണ്. പക്ഷെ വേറെ പല സാഹചര്യം കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ പറയപ്പെട്ട 4 ഇമാമിങ്ങളുണ്ടല്ലോ, ഇവരെക്കാളും ഇൽമുള്ള പല പണ്ഡിതന്മാരും പല കാലഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇവരെക്കാളും ഇൽമുള്ള പല പണ്ഡിതന്മാരും പല കാലഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഇമാം ഷാഫി റഹ്മുള്ള തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ലൈസ് ഇബ്നു സഅദ് അഫ്ഖഹു മിൻ മാലിക്.
ലൈസുബിന് സാദ് എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാം മാലിക്കിനേക്കാളും ഫിഖ്ഹിന്റെ വിഷയത്തിൽ കഴിവുള്ള പണ്ഡിതനാണ്. ആരാ പറയുന്നത്? ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് പറയുന്നത്. ഇമാം മാലിക്കിന്റെ ശിഷ്യനായ ഇമാം ഷാഫിഈ പറയാണ്, ലൈസുബിന് സാദ് എന്ന പണ്ഡിതനാണ് ആര്? അദ്ദേഹമാണ് ഇമാം മാലിക്കിനേക്കാൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ കൂടുതൽ കഴിവുള്ള പണ്ഡിതൻ. പക്ഷേ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. പ്രശ്നം അതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി എഴുതിയ കിതാബുകൾ അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, അതെടുത്തത്. അവരത് വലിയ പ്രാധാന്യം അതിന് കൊടുക്കുകയും അതിലുള്ള അറിവുകൾ പഠിക്കുകയും ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ ആ ശിഷ്യന്മാർ അതിന് വലിയ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇമാം ഷാഫിഈയുടെ അറിവുകൾ കുറെ കാലഘട്ടം നിലനിന്നത്. പക്ഷേ ലൈസുബ്നു സഅദിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് കണക്കാക്കേണ്ട ഗൗരവം കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ അറിവിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയാറുണ്ട്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റബ്ബിന്റെ ഹിക്മത്ത് പ്രകാരം എന്തായി തീർന്നു, ഇങ്ങനെ 4 ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന 4 മദ്ഹബുകൾ നിശ്ചയിക്കപ്പെട്ടു. അതാണ് അതിന്റെ ചുരുക്കം. അതല്ലാതെ ഏറ്റവും കൂടുതൽ ഇവരെക്കാൾ അറിവുണ്ടായിരുന്ന വേറെ ആരും ഇല്ലായിരുന്നോ, അല്ലെങ്കിൽ ഇവരുടെ പേര് അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു, അങ്ങനൊന്നുമില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് പല മസ്അലകളും ചേർത്തി പറയുന്നത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആളുകളാരും അറിയപ്പെടാത്ത ഒരാളായി തീർന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ജനങ്ങളെല്ലാവരും എൻ്റെ അറിവുകൾ പഠിക്കുകയും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അറിവുകൾ ജനങ്ങൾ പഠിക്കുകയും ആരും അത് എന്നിലേക്ക് ചേർത്തി പറയപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി. അവരൊന്നും ഒരിക്കലും അത് അവരുടെ മദ്ഹബ് അല്ലെങ്കിൽ ഇമാം ഷാഫിഈയുടെ ശിഷ്യൻ അങ്ങനെയൊന്നും പറയപ്പെടാൻ അവരൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവരൊന്നും ഒരിക്കലും അത് ഉദ്ദേശിച്ചിട്ടില്ല. ഒരിക്കലും എത്രത്തോളം എന്നറിയോ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരു ശിഷ്യൻ കടന്നു വരുമ്പോൾ ഇമാം അഹ്മദ് വലിയ എന്തോ ഒരു മുസീബത്ത് ബാധിച്ചതുപോലെ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് വിഷമിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. എന്തോ ഒരു വലിയ മുസീബത്ത് ബാധിച്ചാൽ ആളുകൾ വിഷമിച്ച് ബേജാറായി വെപ്രാളപ്പെട്ടിരിക്കുന്നത് പോലെ അദ്ദേഹം വലിയൊരു മുസീബത്ത് ബാധിച്ചതുപോലെ ഇരിക്കുകയാണ്, മുഖമൊക്കെ വല്ലാതായിട്ട്. അപ്പം ശിഷ്യൻ കണ്ടെന്ന് ചോദിച്ചു, എന്തു പറ്റി, എന്താ പറ്റിയത് ചോദിച്ചു, എന്തെന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞെന്താ, ബുലീത്തു ബിഷുഹറ, ഞാൻ ഷുഹറത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എല്ലാവരും എന്നിലേക്കാണ് ചേർത്തി പറയുന്നത്. അത് അദ്ദേഹം ഒരു പരീക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അത് അദ്ദേഹം ഒരു പരീക്ഷണമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിന് ആഗ്രഹം പറയണം, ജനങ്ങളൊന്നും കാണാതെ ആരും അറിയാതെ ഏതെങ്കിലും ഒരു മലഞ്ചെരുവിൽ ഒറ്റയ്ക്ക് എൻ്റെ ഇബാദത്തുകളുമായി കഴിച്ചു കൂട്ടാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയാം. പക്ഷെ അവരൊന്നും ഒരിക്കലും എന്താഗ്രഹിച്ചതല്ല, അവരുടെ പേരും പ്രശസ്തിയൊക്കെ കൂട്ടാനും ആളുകളൊക്കെ അവരെ പിൻപറ്റി അവരുടെ ആളുകളായിട്ട് ഇതൊന്നും അവരൊരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. അവരത്തരം ആളുകളുമല്ല, അവരത്തരം ആളുകളല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പല കാരണങ്ങൾ കൊണ്ട്, അല്ലാഹു അലം, ചിലപ്പോൾ അവർ ഇഖ്ലാസ് കൊണ്ടായിരിക്കാം, ദീനിനെ സഹായിക്കാനുള്ള അവരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ജുഹുദുകൾ കൊണ്ടായിരിക്കാം, അല്ലാഹു അലം, നമുക്കറിയില്ല. അവരുടെ നമ്മൾ ഈ ഓരോരുത്തരുടെയും എന്താ പറയാ ചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. 4 പേരും ഒന്നിനൊന്ന് വെച്ചാണ്. 4 പേരും ഒന്നിനൊന്നും വെച്ചാണ്. ഇപ്പൊ അബൂ ഹനീഫ, ചുരുക്കത്തിൽ 4 പേരുടെ ചരിത്രം വേഗത്തിൽ പറയാം. അബൂ ഹനീഫ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് കുനിയത്താണ്. ശരിക്കുള്ള പേരെന്താ ആർക്കെങ്കിലും അറിയോ? അബൂ ഹനീഫ എന്ന കുനിയത്ത്, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത്. നുഅ്മാൻ ഇബ്നു സാബിത്ത് ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ വർഷം 80-നാണ്. ഹിജറ വർഷം 80-നാണ്. മരണപ്പെടുന്നത് ഹിജറ വർഷം 150. 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ആരെ കണ്ടിട്ടുണ്ട്? സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ടു. സ്വഹാബികളിൽ ഏറ്റവും അവസാനം മരണപ്പെടുന്ന സ്വഹാബിയാണ് ആര്? അനസ് ഇബ്നു മാലിക്. അദ്ദേഹത്തെ ആര് കണ്ടിട്ടുണ്ട്?
അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അബൂ ഹനീഫ റഹിമഹുല്ലാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്തിനെ കണ്ടാൽ എന്താ പറയാ? അങ്ങനെയുള്ള ആളുകളെ താബിഈ എന്ന് പറയും. സ്വഹാബികളെ കണ്ടു കഴിഞ്ഞാൽ, ഈമാനോടെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് പറയും? താബിഈ ആണെന്ന് പറയും. ഹദീസുകളൊന്നും കേട്ടിട്ടില്ല, ആ പ്രായമൊന്നും ആയിട്ടില്ല, ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ചരിത്രത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ പറ്റി പ്രശസ്തമായ കാര്യമാണെന്ത്? ഒറ്റൊരു റക്അത്തിൽ ഖുർആൻ മുഴുവനും ഓതി തീർക്കാറുണ്ട്. ഒറ്റൊരു റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാറുണ്ട്. അത് എപ്പോഴും ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. എപ്പോഴും ഖുർആൻ മുഴുവൻ ഒറ്റൊരു ദിവസം കൊണ്ട് ഓതി തീർക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട, പക്ഷെ വല്ലപ്പോഴും അങ്ങനെ ചെയ്യുക, പ്രത്യേകിച്ച് റമദാന്റെ അവസാനത്തെ 10 അങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, വല്ലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നൊരു പണ്ഡിതനാണ് എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ ഹനീഫ റഹിമഹുല്ലയെ ആളുകൾ വത്തദ് എന്ന് വിളിക്കാറ്. വത്തദ് പറഞ്ഞാൽ നമ്മളെന്താ പറയാ, നമ്മൾ തറക്കല്ല് എന്നൊക്കെ പറയാറ്. ഏറ്റവും താഴെ ഇടുന്ന ഒരിക്കലും ഇളകാത്തൊരു കല്ലുണ്ടാവും. അത് അദ്ദേഹത്തിന് വിളിക്കാറുണ്ടായി കാരണം എന്താണെന്നറിയോ? അദ്ദേഹം എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവും, നിസ്കാരത്തിൽ തന്നെ ആയിരിക്കും. ചില ഇബാദത്തുകളിൽ തന്നെ ആയിട്ട് ആ മനുഷ്യൻ എപ്പോഴും അവിടെ ഉണ്ടാവും. എന്ത് വന്നാലും, എന്തൊക്കെ മാറ്റം വന്നാലും, ആരൊക്കെ പോയാലും വന്നാലും ഒക്കെ ആളവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു അദ്ദേഹത്തിൻ്റെ സബാത്ത് അതറിയിക്കുന്ന പേരിൽ സലഫുകൾ അദ്ദേഹത്തെ വത്തദ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം സലഫുകൾ ഉദ്ധരിക്കാറുണ്ട്. ഏതോ ഒരു മനുഷ്യൻ എന്തോ ഒരു വിഷയത്തിൽ എന്തോ തർക്കം എന്തോ ആയപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇത്തഖില്ല, താങ്കൾ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മുഖമൊക്കെ ചുവന്ന് സംസാരിക്കാൻ പറ്റാതായി, മുഖം താഴ്ന്നുപോയിന്നാണ്. അദ്ദേഹം അത്രയും പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പേടി മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. ഇതുപോലെ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ആളുകൾ എത്ര നല്ലതാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം? ആ വ്യക്തിയെ പുകഴ്ത്തി പറയാം. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിക്കപ്പെടുകയാണ്, നിങ്ങൾ അബൂ ഹനീഫയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അബൂ ഹനീഫയെ കണ്ടിട്ടുണ്ടോ? മാലിക് റഹിമഹുള്ള പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു മനുഷ്യനെ കണ്ട്, അയാളുടെ പ്രത്യേകത എന്താ? മാലിക് പറയാം, ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തൂണ്. ആ തൂണിനെ പറ്റി അദ്ദേഹം സംസാരിച്ച് അവസാനം അദ്ദേഹത്തിന് എന്താക്കാൻ സാധിക്കും? അതൊരു സ്വർണമാക്കി മാറ്റാൻ, അത്രയും സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ തെളിവുകൾ സ്ഥാപിച്ച് ആളുകളെ കൃത്യമായത് ബോധ്യപ്പെടുത്താനും കഴിവുള്ള അങ്ങേയറ്റം പ്രാവീണ്യമുള്ള ഒരാളാണ് ഇമാം അബൂ ഹനീഫ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, അബൂ ഹനീഫ അഫ്ഖഹുന്നാസ്, ജനങ്ങളിൽ ഫിഖ്ഹിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് അബൂ ഹനീഫയ്ക്കാണ് എന്ന് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയാറുണ്ട്. എത്രത്തോളം? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, അന്നാസു ഫിൽ ഫിഖ്ഹി ഇയാലുൻ അല അബി ഹനീഫ, ജനങ്ങൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ അബൂ ഹനീഫയിലെ ആശ്രയിക്കേണ്ടവരാണ്. എല്ലാവരും ഫിഖ്ഹിന്റെ വിഷയത്തിൽ അബൂ ഹനീഫയിലേക്ക് അദ്ദേഹത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണുള്ളത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അബൂ ഹനീഫയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാലിക് ഇബ്ൻ അനസ് അൽ അസ്ബുഹി. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ വർഷം 93, മരണപ്പെടുന്നത് 179 ഹിജ്റ വർഷം. അദ്ദേഹത്തിൻ്റെ സഹോദരിയോട് എന്ത് ചെയ്യണം? ചോദിക്കപ്പെടുകയാണ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പറയുന്നത് എന്താ? ഖുർആൻ പാരായണമായിരിക്കും. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഖുർആൻ പാരായണമായിരിക്കില്ല. നമ്മളൊക്കെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് എത്തിക്കാൻ എന്താ ചെയ്യാം? ലീവിനൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ
മൊബൈൽ ഫോണിലായിരിക്കും അല്ലേ? അതുപോലെ ഇമാം മാലിക്കിനെ പറ്റി സഹോദരിയോട് ചോദിക്കാം. അദ്ദേഹം വീട്ടിലായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ്? വീട്ടിൽ കയറാൻ എന്തായിരിക്കും? മുസ്ഹഫിലായിരിക്കും, ഖുർആൻ പാരായണത്തിലായിരിക്കും. അദ്ദേഹത്തിന് ശിഷ്യനായ ഇബ്നു വഹബ് റഹിമഹുല്ലാ പറയാറുണ്ട്, ഇമാം മാലിക്കിനോട് ഫത്വകൾ ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലാ അദിരി, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രം എഴുതിയാൽ എനിക്ക് വലിയൊരു വോള്യം കിതാബിന് എഴുതാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് ശിഷ്യനായ ഇബ്നു വഹബ് റഹിമഹുല്ലാ പറയാറുണ്ട്. ലാ അദിരി മാത്രം എഴുതുകയാണെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു കിതാബാക്കി മാറ്റാൻ പറ്റും. അത്രയും പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലാ അദിരി പറയാറുണ്ട്. അതൊരു അറിവുള്ള ആളുടെ സൂക്ഷ്മത അറിയിക്കുന്ന കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ നാണക്കേടും കൂടാതെ ലാ അദിരി പറയാന്നുള്ളത്. അതിനൊരു നാണക്കേടും വിചാരിക്കണ്ട. എത്ര അറിവുള്ള ആളാണെങ്കിലും അയാൾക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ വെറുതെ അറിയുന്നു പറഞ്ഞിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിലും റസൂലിൻ്റെ പേരിലും കളവ് പറയുന്നത് പോലെ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. വളരെ അപകടം പിടിച്ച വിഷയമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ കാണാനും ഫത്വ ചോദിക്കാനും വേണ്ടി ആഫ്രിക്കൻ നാട്, അന്ന് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എത്രയോ മാസങ്ങൾ സഞ്ചരിക്കാം. അത്രയും സഞ്ചരിച്ച് ഇയാൾ കുറച്ച് ചോദ്യങ്ങൾ അയാൾ എടുക്കലുണ്ട്, കുറച്ച് മസാലകൾ, 6-8 മസാലകൾ. ഇത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത്രയും സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് ഇവിടേക്ക് വരുന്നത്. അത് ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി മാത്രം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു ഇദ്ദേഹം ഈ മസാലകൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം 1-2 ഉത്തരം പറഞ്ഞു. ബാക്കിയുള്ളതിനൊക്കെ ലാ അദിരി ലാ അദിരി ലാ അദിരി. അപ്പോൾ വന്ന ആൾക്ക് പ്രയാസമായി. അയാൾ പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരെ നിന്ന് കടന്നു വന്നത്, യാത്ര ചെയ്തു വന്നത് താങ്കളോട് ഈ വിഷയത്തിൽ മറുപടികൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ താങ്കളുടെ അടുക്കലേക്ക് എത്തിയിട്ട് താങ്കൾ ഇതിന് ലാ അദിരി എന്ന് പറയണം. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉഹദ് മല കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മല കാണുന്നുണ്ടോ? ആ മലയുടെ മുകളിൽ കയറി നിങ്ങൾ പറയും, മാലിക് പറഞ്ഞു ലാ അദിരി. മാലിക് ലാ അദിരി എന്ന് പറഞ്ഞു എന്ന് എന്ത് ചെയ്യാൻ പറയും? ജനങ്ങളെ മൊത്തം വിളിച്ച് പറയാൻ, അറിയിക്കാൻ പറയും. പക്ഷെ അതൊരു അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതാണ് അറിവ്. അറിയാത്തതൊരിക്കലും അറിയെന്ന് പറയരുത്, വലിയ അപകടം. അതേപോലെ തന്നെ ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. എന്താണത്? ജനങ്ങൾക്കൊരു കാലം വരും. ഹദീസിലുള്ളത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജനങ്ങൾക്ക് ഒരു കാലം വരും, അന്ന് എന്ത് ചെയ്യും? അവർ എല്ലാവരും അവരുടെ വാഹനപ്പുറത്തേറി അറിവന്വേഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മദീനത്തുള്ള ഒരാളേക്കാൾ അറിവുള്ള ഒരാളെയും അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കുക മദീനത്തുള്ള ഒരു വ്യക്തിയായിരിക്കും. അത് ഈ ഹദീസ് പറഞ്ഞിട്ട് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, സലഫുകളുടെ കാലത്തിലെ ഇമാമാണ്, അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞിട്ട് പറയാണ്, ഹുവ മാലിക്. ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആരാ? ഇമാം മാലിക്കാണ്. ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഇമാം മാലിക് റഹിമഹുല്ലയാണ് എന്ന് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാറുണ്ട്. അദ്ദേഹം ഫത്വ പറയാൻ യോഗ്യനായത് എപ്പോഴാണ്? ഇമാം മാലിക് 21-ാം വയസ്സിലാണ്. അദ്ദേഹം ഫത്വ പറയാൻ ആരംഭിക്കുന്ന 21-ാമത്തെ വയസ്സിലാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഇത്രയും നേരത്തെ, ഇത്രയും ചെറിയ പ്രായത്തിൽ എന്താണ് താങ്കൾ ഫത്വ പറയാൻ തുടങ്ങുന്നത്? ധൃതി കൂട്ടുന്നത് പോലെ അല്ലേ? ചെറിയ പ്രായത്തിൽ മുഫ്തിയാവുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. തെറ്റുകൾ സംഭവിക്കാൻ ധാരാളം ചാൻസ് ഉള്ളൊരു കാര്യം. അപ്പം അത് പലരും വിമർശിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? മദീനത്തുള്ള 70-ലധികം ആലിമുകൾ, മുഹദ്ദിസുകൾ, ഉലമാക്കൾ, അവർ ഞാൻ ഫത്വ പറയാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞതിന് ശേഷമല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഫത്വ പറയാൻ ആരംഭിച്ചിട്ടില്ല. ചില വലിയ ഉലമാക്കൾ, മദീനത്തുള്ള അത്രയും വലിയ ആലിമുകൾ, അവരിൽപ്പെട്ട 70 പേർ എൻ്റെ പേരിൽ സാക്ഷ്യം വഹിച്ചതിന് ശേഷമല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഫത്വ പറയാൻ ആരംഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫത്വ പറയാൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 21 വയസ്സ് മാത്രമാണ് പ്രായം. അതേപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇദാ ദുഖിറൽ ഉലമാഉ ഫമാലികുൻ അന്നജും. ഉലമാക്കളെ പറ്റി പറയപ്പെട്ടാൽ
മാലിക് എന്നുള്ളത് ആരാ? നെജും, സ്റ്റാറാണ്. നെജും എന്ന് പറഞ്ഞാൽ നക്ഷത്രം പോലെ, അത്രയും വലിയ പദവിയാണ് ഇമാം മാലിക്കിനുള്ളത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാറുണ്ട്. പിന്നെ മൂന്നാമത്തത് ഇമാം ഷാഫിഈ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന, മുഹമ്മദ് ബിനു ഇദ്രീസ്. ബാക്കിയുള്ള 3 ഇമാമുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഇമാം ഷാഫിഈക്കുണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ വംശപരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലുപ്പയായ അബ്ദു മനാഫിലേക്ക് എത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലുപ്പയായ അബ്ദു മനാഫിലേക്ക് എത്തുന്ന വംശപരമ്പരയാണ്. അദ്ദേഹം ഹിജ്റ വർഷം 150 ജനിക്കുന്നത്. 150 നമ്മൾ പറഞ്ഞിരുന്നു, ആരുടെയോ ജനനമോ മരണമോ പറഞ്ഞിരുന്നു. ആരാണ്? ഓർമ്മയുണ്ടോ? ഹിജ്റ വർഷം 150 അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മരണപ്പെട്ട വർഷം. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മരണപ്പെട്ട അതേ വർഷത്തിലാണ് ആര് ജനിക്കുന്നത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹം ജനിച്ച സ്ഥലം ഏതാ? ഏത് നാട്ടുകാരനാ? ഗസ. കേട്ടിട്ടുണ്ടോ ഗസ? എവിടെയാണ്? ഫലസ്തീനല്ലേ? അവിടെയാണ് ആര് ജനിക്കുന്നത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 204 മരിക്കുമ്പോൾ വെറും 54 വയസ്സ് മാത്രം. മരിക്കുമ്പോൾ 54 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹത്തെ പറ്റിയും ഇതുപോലെ ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എല്ലാ മാസവും റമദാൻ മാസത്തിൽ 60 ഖത്തം തീർക്കാറുണ്ട്. 60 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതി തീർക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ റബീഉ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് പറയുന്നത്. എല്ലാ റമദാനിലും, ഒരു റമദാനിൽ 60 പ്രാവശ്യം. കഴിഞ്ഞ റമദാനിൽ എത്ര തവണ ഓതി തീർത്തു നമ്മൾ ഖുർആൻ? ഒരു തവണയെങ്കിലും ഓതി തീർത്തവരുണ്ടോ? 60 തവണ ഖുർആൻ എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹം ഓതി തീർക്കാറുണ്ട്. അതേപോലെ തന്നെ ഹുസൈൻ അൽ കറാബീസി റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാം, അദ്ദേഹത്തിൻ്റെ രാത്രികൾ, എല്ലാ രാത്രിയിലും ആ രാത്രിയുടെ 1/3 മാത്രമേ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നു. 1/3 മാത്രമേ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നു. ഒരു 1/3 പഠനത്തിനും മറ്റൊരു 1/3 ഇബാദത്തിനും രാത്രി നിസ്കാരത്തിനുമായി അദ്ദേഹം മാറ്റിവെക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നതായി കാണാം. അദ്ദേഹം ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി തീർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 7 വയസ്സ്. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി തീർക്കുമ്പോൾ അദ്ദേഹത്തിന് 7 വയസ്സ് മാത്രമാണ് പ്രായം. എന്ന് മാത്രമല്ല, ഖുർആൻ മനഃപ്പാഠമാക്കി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇമാം മാലിക് ഉണ്ടല്ലോ, ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മുവത്ത എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇമാം മാലിക് അത് ഈ കുത്തുബു തിസ്അയിൽ പെടുന്നൊരു ഗ്രന്ഥമാണ്. ഈ മുവത്ത അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 10 വയസ്സാകുമ്പോഴേക്കും മുവത്തയും ഹിഫ്ളാക്കി കഴിഞ്ഞു. ഹദീസ് ഗ്രന്ഥമായ മുവത്ത വെറും മത്തിന് മാത്രമല്ല, സനദോടുകൂടെ, മത്തിന് മാത്രമല്ല സനദോടുകൂടെ 10 വയസ്സാകുമ്പോഴേക്കും മുവത്തയും ഹിഫ്ളാക്കി. ഇദ്ദേഹത്തിന് ഫത്വ കൊടുക്കാൻ അദ്ദേഹത്തിന് ഷെയ്ഖ് മുസ്ലിം ഇബ്നു ഖാലിദ് അസ്-സിഞ്ചി അനുവാദം കൊടുക്കുന്നത് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. 15 വയസ്സാകുമ്പോഴേക്കും ഒരു മുഫ്തിക്ക് വേണ്ട അറിവിലേക്ക് ആരെത്തി? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എത്തി. ഇബ്നു സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാറുണ്ട്, അഷ്ശാഫിഈയു അഫ്ളലു അഹ്ലി സമാനിഹി. ഇമാം ഷാഫിഈയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അഫ്ളലായ വ്യക്തി, ഏറ്റവും മികച്ച വ്യക്തി ഇമാം ഷാഫിഈയാണ് എന്ന് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാറുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാളും ഈ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല? പേപ്പറും കടലാസും പേനയും എടുത്തിട്ടില്ല. അവരുടെ മേൽ ഇമാം ഷാഫിഈക്ക് ഒരു
ഔദാര്യം പറയാനില്ലാതെ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ. എന്ന് വെച്ചാൽ അറിവ് പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഹിദ്മത്ത് സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ദീൻ പഠിക്കുന്ന എല്ലാവർക്കും ഇമാം ഷാഫിഈയോട് കടപ്പാടുണ്ട് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ പേര് അർ-റിസാല എന്നാണ്. അതെന്നും കിട്ടും, എന്നും കിട്ടും. ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജ്ഞാന ശാഖ, അതിൻ്റെ തുടക്കം ഈ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ വിജ്ഞാന ശാഖ നമ്മൾ ഉസൂൽ ഫിഖ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ പറയുന്ന ഇമാം മാലിക്കും ഷാഫിയും അഹ്മദൊക്കെ എത്തിയതുപോലത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ സുന്നത്തൊക്കെ വായിച്ച് ഇത് ഈ വിധിയോട് യോജിക്കും, അതിൽ യോജിക്കൂല എന്നുള്ള ആ ഒരു ദർജയിലേക്ക് എത്താൻ നമ്മളെ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന വിജ്ഞാന ശാഖയാണ് ഉസൂലുൽ ഫിഖ്. ആ ഉസൂലുൽ ഫിഖ് എന്നുള്ള അറിവ്, അതിൻ്റെ തുടക്കം ഇമാം ഷാഫിയുടെ റിസാല എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന്. അത് വലിയ ഒരു ഖിദ്മത്താണ്, വലിയൊരു സേവനമാണ് മുസ്ലിമീങ്ങൾക്ക് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയാം. പിന്നെ ഇമാം അഹ്മദ് ആണെങ്കിൽ മുഹമ്മദ് ബിനു ഹംബൽ ഷൈബാനി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ബിനു ഹംബൽ. അദ്ദേഹം ഹിജ്റ 164 അദ്ദേഹം ജനിക്കുന്നത്. 164 മരണപ്പെടുന്നത് ഹിജ്റ വർഷം 241. മരണപ്പെടുന്നത് ഹിജ്റ വർഷം 241. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയാറുണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാ ദുനിയാവ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ, ഒരു പ്രാവശ്യമല്ല. എവിടെയൊക്കെ മുഹദ്ദിസുകളുണ്ടോ, ഹദീസ് പണ്ഡിതന്മാരുണ്ടോ, അവിടെയൊക്കെയും ഇദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട് 2 പ്രാവശ്യം. ആ ഒരു യാത്രയുടെ ഫലം, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഏത്? മുസ്നദു അഹ്മദ്. ഇമാം അഹ്മദ് എഴുതിയ ഹദീസ് ഗ്രന്ഥമാണ് ഏത്? മുസ്നദുൽ ഇമാം അഹ്മദ്. അതിന്ന് പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്നും ലഭിക്കുന്ന ഗ്രന്ഥം. കുത്തുബത്ത് സഹീൽ പെടുന്ന ഗ്രന്ഥമാണ് മുസ്നദുൽ ഇമാം അഹ്മദ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവമാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അഹ്മദ് പറയുന്നൊരു കാര്യം. എൻ്റെ ഉപ്പ എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹം പറയും, മകൻ പറയാം, എൻ്റെ ഉപ്പ ഒറ്റൊരു ദിവസം ഫർള് കൂട്ടാതെ സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം 300 റക്അത്ത് നിസ്കരിക്കാറ്. ഒറ്റൊരു ദിവസം ഫർള് നിസ്കാരങ്ങൾ കൂട്ടാതെ സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം 300 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. എത്ര? 300 റക്അത്ത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാം? ഇമാം അഹ്മദ് അത്രയും ശാരീരികമായി കൂവത്തുള്ള, നല്ല കരുത്തുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഭരണാധികാരികൾ ഖുർആൻ സൃഷ്ടിയാണ് എന്നൊക്കെയുള്ള വാദത്തിൻ്റെ മേൽ വാശി പിടിച്ച് തടവിലിട്ട് ശാരീരികമായി ഒരുപാട് ഉപദ്രവിച്ച്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ശക്തി വളരെയധികം ക്ഷയിച്ചു, വളരെ ദുർബലനായി. ഈ ദുർബലനായതിനു ശേഷം അദ്ദേഹം ഒരു ദിവസം 150 റക്അത്ത് നിസ്കരിക്കാറ്. ദുർബലനായതിനു ശേഷം ഒരു ദിവസം ഫർദിന് പുറമെ 150 റക്അത്ത് അദ്ദേഹം നിസ്കരിക്കാറുണ്ട്. നമുക്ക് കൂവത്തുള്ളപ്പോൾ പോലും നമ്മൾ 150 പോയിട്ട് 15 പോലും നിസ്കരിക്കൽ കുറവാണ്. 15 നിസ്കരിച്ചാൽ മതി, വലിയ ഹൈറാണ്. ഒരു ദിവസം ഫർദിന് പുറമെ. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നതായി അറിയപ്പെട്ടൊരു കാര്യമാണ് എന്ത്? അദ്ദേഹം പറയാണ്, മാ കതബതു ഹദീസൻ ഇല്ലാ വഅമിൽതു ബിഹി. ഞാൻ ഒരു ഹദീസും എഴുതിയിട്ടില്ല, എൻ്റെ കൈകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല, ഞാനത് അമലാക്കിയിട്ടല്ലാതെ. ഏത് ഹദീസ്, ദുനിയാവിലെ മിക്ക ഹദീസുകളും അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ആ ഒരു ഹദീസ് ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, ഞാനത് ഒരിക്കലെങ്കിലും ഞാനത് അമലാക്കിയിട്ടല്ലാതെ
എന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ള പറയാറുണ്ട്. അതൊക്കെ വലിയ ക്വാളിറ്റിയാണ്. നമ്മൾക്ക് എത്രയോ അറിവുകൾ കരസ്ഥമാക്കുന്നുണ്ട്, എത്രയോ കേൾക്കുന്നുണ്ട്. പലതും നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ടുകളയാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾക്കൊരു അറിവ് കിട്ടുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടിക്കലാക്കുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടാത്ത അറിവ് റബ്ബ് എളുപ്പമാക്കി തരും. ശ്രദ്ധിക്കണം, ദീൻ പഠിക്കുന്ന ആളുകൾ വളരെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന ഇൽമ് നമ്മൾ എത്രത്തോളം പ്രാക്ടിക്കലാക്കുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടാത്ത ഇൽമ് റബ്ബ് എളുപ്പമാക്കി തരും. നമുക്ക് കിട്ടാത്ത ഇൽമ് റബ്ബ് എളുപ്പമാക്കി തരും. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ദിവസവും പ്രാക്ടിക്കലാക്കാൻ പറ്റൂലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. റബീഉ ബിൻ സുലൈമാൻ ഇമാം ഷാഫിയുടെ ശിഷ്യൻ പറയാറുണ്ട്, ഞങ്ങളോട് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, അഹ്മദ് ഇമാമുൻ ഫി സമാനി ഖിസാൽ, 8 കാര്യങ്ങളിൽ അഹ്മദ് ഇമാമാണ്. 8 വിഷയങ്ങളിൽ ആ കാര്യങ്ങളിൽ ഇമാം അഹ്മദിനേക്കാൾ മികച്ച ആളുകൾ ആരുമില്ല. 8 മേഖലകളിൽ, ഒറ്റൊരു കാര്യത്തിലല്ല, 8 കാര്യങ്ങളിൽ ഇമാം അഹ്മദ് ഇമാമാണ് എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പറയാം. ഏതൊക്കെ 8 കാര്യങ്ങൾ? ഒന്നാമത്തത് ഇമാമുൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ ഇമാമ. അദ്ദേഹത്തിന് അത്രയും ഹദീസിന്റെ വിഷയത്തിൽ അറിവുള്ള ആളുകൾ വളരെ ചുരുക്കമുള്ളൂ. ഇമാമുൻ ഫിൽ ഫിഖ്, ഫിഖിൽ അദ്ദേഹം ഇമാമാണ്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അത്രയും അറിവുള്ള ആളുകൾ കുറവാണ്. ഇമാമുൻ ഫിൽ ലുഗ, ഭാഷയിൽ ഇമാമാണ്. അറബി ഭാഷയിൽ അദ്ദേഹത്തിന് അത്ര അറിവുള്ള ആളുകൾ കുറവാണ്. ഇമാമുൻ ഫിൽ ഖുർആൻ, ഖുർആന്റെ വിഷയത്തിൽ അത് മനഃപ്പാടമാക്കുന്നതാണെങ്കിലും അതിൻ്റെ ആശയങ്ങൾ അങ്ങനെ ഖുർആനിൻ്റെ വിഷയത്തിലും അദ്ദേഹം ഇമാമാണ്. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇമാമുൻ ഫിൽ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇമാമ്. അദ്ദേഹത്തിന് അത്രയും ദാരിദ്ര്യമുള്ള ആളുകൾ കുറവാണ്. ഇമാമുൻ ഫിൽ ഫഖർ. പിന്നെ പറയുന്നത് ഇമാമുൻ ഫിൽ സുഹദ്, അത് ദാരിദ്ര്യം മറികടക്കാൻ പറ്റാത്ത ആളായിട്ട് ദാരിദ്ര്യം വന്ന് പിടികൂടിയൊന്നുമല്ല, ദുനിയാവിൻ്റെ വിഷയത്തിൽ അത്രേ താല്പര്യമുള്ളൂ. ഇമാമുൻ ഫിൽ സുഹദ്, സുഹദിൻ്റെ കാര്യത്തിൽ ഇമാമാണ്. സുഹദിൻ്റെ കാര്യത്തിൽ ഇമാമാണ്. ഇമാമുൻ ഫിൽ വറ, സൂക്ഷ്മതയുടെ കാര്യത്തിൽ റബ്ബിനെ പേടിക്കുന്ന വിഷയത്തിൽ ഇമാമാണ്. അവസാനം പറയുന്നത് ഇമാമുൻ ഫിസ് സുന്ന, ശരിയായ സ്വഹാബത്തിന്റെ ആദർശം, സലഫിയത്ത് എന്ന് പറയില്ല, അതിലും ഇമാമാണ്. അതിലും ഇമാമാണ്. ഇത് പറയുന്ന ആരാ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹം പറയണ, എന്നോട് അബൂ സുർഅ റാസി, എന്നോട് അബൂ സുർഅ റാസി റഹിമഹുല്ലാ പറഞ്ഞു. അബൂ സുർഅ റാസി എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിലുള്ള വലിയ മുഹദ്ദിസുകൾപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയണത് മകനോട്, ഇമാം അഹ്മദിന്റെ മകനോട് പറയാണ്, അബൂക യഹ്ഫദു അൽഫ അൽഫ ഹദീസ്, നിന്റെ ഉപ്പ 1,00,000 ഹദീസുകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. നിന്റെ ഉപ്പ 1,00,000 ഹദീസുകൾ മനപ്പാടമാക്കിയിട്ടുണ്ട്. 1,00,000 ഹദീസുകളുണ്ടോ? ഉണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം, സലഫുകളുടെ കാലത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ അവർ സനദിനാണ് പരിഗണിക്കുക. അവർ സനദിന്റെ എണ്ണം നോക്കി, ചിലപ്പോൾ ഒരൊറ്റൊരു ഹദീസിന് തന്നെ കുറേ സനദുകളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷഫാഅത്തിന്റെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ ഷഫാഅത്ത് പറയുന്ന ഹദീസ്, ആ ഹദീസ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? 20ഓളം സഹാബികളിൽ നിന്ന്, 20ഓ 18ഓ അത്രയും സഹാബികളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള കണ്ടന്റ് ഒന്നായിരിക്കും, ആശയം ഒന്നായിരിക്കും, ചെറിയ വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും, വിഷയം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഈ 18 എണ്ണത്തിനെയും 18 എണ്ണമായിട്ടാണ് എന്ത് ചെയ്യുക? കണക്കാക്കുക. 18 എണ്ണമായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ നിന്റെ ഉപ്പ എന്ത് ചെയ്യാറുണ്ട്? 1,00,000 ഹദീസ് എന്ന് മാത്രമല്ല, സലഫുകൾ നമുക്ക് സ്വഹീഹന്നെ മനപ്പാടാക്കാൻ പറ്റുന്നില്ല, അവർ സ്വഹീഹും ദഈഫും മനപ്പാടാക്കാറുണ്ട്. സ്വഹീഹും മനപ്പാടാക്കും, ദഈഫും മനപ്പാടും. എന്തിനാണ്? ഇത് ദഈഫാണ്
എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ആരെങ്കിലും ദഈഫായ രൂപത്തിൽ സനദ് റിവായത്ത് ചെയ്താൽ അപ്പം പറയും അത് ദഈഫാണ്. കാരണം അത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്, മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിന്റെ ഉപ്പ 1,00,000 ഹദീസുകൾ മനപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് അബൂ സുർഅ റാസി റഹിമഹുല്ലാ ഇമാം അഹ്മദിന്റെ മകനോട് പറയും. അതേപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം അഹ്മദിനോട് പറഞ്ഞ പ്രസിദ്ധമായ വാക്കാണെന്ത്? യാ അബാ അബ്ദില്ല. അദ്ദേഹത്തിന്റെ കുനിയത്ത ഇമാം അഹ്മദിന്റെ, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, താങ്കളുടെ അടുക്കൽ ഏതെങ്കിലും ഹദീസുകൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യണം? അതെന്നെ അറിയിക്കണം. താങ്കളുടെ അടുക്കൽ, കാരണം അദ്ദേഹത്തിന് എനിക്കറിയാത്ത പല ഹദീസുകളും ആർക്ക് കിട്ടിയിട്ടുണ്ട്? സ്വന്തം ശിഷ്യനാണ്. എന്നാലോചിച്ച് നോക്കണം. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ്. ശിഷ്യനോട് ഉസ്താദ് പറയാണ്, എനിക്ക് കിട്ടാത്ത പല ഹദീസുകളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഹദീസുകൾ താങ്കളുടെ അടുക്കലുണ്ടെങ്കിൽ താങ്കൾ ഇത് എനിക്ക് കൂടി പറഞ്ഞു തരണം എന്ന് ഇമാം ഷാഫിഈ ഇമാം അഹ്മദിനോട് പറയാറുണ്ട്. എന്നുവെച്ചാൽ ഇൽമിനേക്കാൾ വലുതല്ല ആരും. ലൈസ ഫൗഖൽ ഇൽമി കബീർ എന്ന് പണ്ഡിതന്മാർ പറയാറ്. ഇൽമിനേക്കാൾ വലുതല്ല ആരും. എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് പല അറിവുകളും കിട്ടാതെ പോയേക്കും. സ്വാഭാവികമാണ്, മനുഷ്യന്റെ പ്രകൃതമാണ്. അപ്പൊ നമുക്ക് കിട്ടാത്തൊരു അറിവ് ഒരാൾ പറഞ്ഞു തന്നാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കരിക്കാൻ പാടില്ല. പിന്നെ അവനാരത് പറയാൻ? ഞാൻ ഇത്ര വർഷമായിട്ട് ഇത് പഠിക്കുന്നു, ഇതുവരെ എൻ്റെ ഉസ്താദ്മാരത് പറഞ്ഞു തന്നിട്ടില്ല എന്നെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അഹങ്കരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മറിച്ച് അറിവിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? വിനയം കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിലൊരു ആമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ കിതാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ്. അതും വളരെ ചുരുക്കത്തിൽ വേഗത്തിൽ സംസാരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി എന്ത് ചെയ്യാം? മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ കിതാബ് വായിച്ചു തുടങ്ങാം. വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറബി വായിച്ച് അർത്ഥം പറഞ്ഞ് അതിലുള്ളത് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിലേതെങ്കിലും പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്യും? പരാമർശിക്കും. അതിൻ്റെ തെളിവുകളായ ഒരു ഉദ്ധരിച്ച തെളിവുകൾ ഇവിടെ വായിക്കും. അതെല്ലാം ഈ ഷറഹിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഷറഹിൽ ഈ മനാറുസ് സബീൽ എന്നുള്ള ഗ്രന്ഥത്തിൽ നമ്മൾ മുഖദ്ദിമയുടെ ആമുഖം വായിക്കും, മനസ്സിലാവും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു രീതി എന്താണ്, അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ഒന്നുകിൽ കിതാബ് കയ്യിൽ വയ്ക്കുക, ഒന്നുകിൽ ഷറഹ് മനാറുസ് സബീൽ എന്നുള്ള ഷറഹ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു എഴുതി വെക്കാൻ ഒരു നോട്ട് ബുക്ക് കയ്യിലെടുക്കുക. നോട്ട് ബുക്കും പേനയും കയ്യിലെടുക്കുക. അത് രണ്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. ചരിത്രം കേൾക്കുന്ന പോലെ, വാള് ക്ലാസ് കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് അല്ല അത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു പഠനം പൂർത്തീകരിക്കാനും അവൻ്റെ ദീനിലെ വിധിവിലക്കുകൾ പരമാവധി കുറ്റമറ്റതാകുന്ന രൂപത്തിൽ, നമുക്ക് മാനുഷികമായ അബദ്ധങ്ങൾ പറ്റിയേക്കാം, പരമാവധി തെറ്റുകൾ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും നല്ല നിലപാടുകളിലേക്ക്, അഭിപ്രായങ്ങളിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ ഒരു പഠനം കൊണ്ട് എത്തിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോട്ട് ബുക്കും പെന്നും ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും.